ഞാൻ രാജലക്ഷ്മി പിള്ളை. നമ്മൾ തുടങ്ങാൻ പോകുന്നത് ചാപ്റ്റർ 4ഉം 5ഉമാണ്. ഈ 4ലും 5ലും ഫ്രഞ്ച് റവല്യൂഷനും അതിൻ്റെ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് അത് വന്നത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആയിരിക്കും പറഞ്ഞു പോകുന്നത്. യൂറോപ്യൻ കൺട്രിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് കൂടുതലായിട്ട് നമ്മൾ സംസാരിച്ചു വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നോക്കുന്നത് നമ്മൾ എന്താന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ, അതായത് ഓരോ പോളിസികൾ ആ കാലഘട്ടത്തിൽ യൂറോപ്യൻ കൺട്രിയിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റിന്റെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നത്. ഇപ്പൊ ഇവിടെ മൊണാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ് നമ്മൾ കണ്ടിരുന്നത്. ആ മൊണാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെന്റിൽ കൂടെ തന്നെ നമ്മൾ ഇത് പരാമർശിച്ചു പോകുന്നു. ആ കാലഘട്ടത്തിൽ ഇതിന് നമ്മൾ പറയുന്ന ഒരു എൻലൈറ്റ്മെന്റ് വരികയാണ്. ഗവൺമെന്റിന് അവിടെയുള്ള ആൾക്കാർക്ക് ഒരു എൻലൈറ്റ്മെന്റ് വരികയും ആ എൻലൈറ്റ്മെന്റിൽ പല എഴുത്തുകാരും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. 18ാമത്തെ സെഞ്ചുറിയിൽ വരുന്ന തിങ്കിങ് ആണ് ഇവിടെ കൂടുതലായിട്ട് പരാമർശിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇവർ ക്രിട്ടിക്സ് ആബ്സല്യൂട്ട് മൊണാർക്കിനെ മാറ്റിയിട്ട് പുതിയ ഗവൺമെന്റ് കൊണ്ടുവരാനും എക്കോണമിയിലും റിലീജിയനിലും ഒരു കൺട്രോൾ വരുത്താനാണ് നോക്കുന്നത്. അപ്പൊ റിലീജിയനെ മാറ്റി അവർ ബിലീവ് ചെയ്യുന്നത്, ആ കാലഘട്ടത്തിൽ ഡിവൈൻ റൈറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ആ ഡിവൈൻ റൈറ്റ് മെത്തേഡ് മാറ്റിയിട്ട്, ഡിവൈൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ ആ മൊണാർക്കിന് ഉള്ള അധികാരം ഈക്വലൻ ടു ഗോഡ്, അങ്ങേരെ മൊണാർക്ക് അല്ലെങ്കിൽ കിങ് എടുക്കുന്ന പവർ, കിങ് എടുക്കുന്ന ഡിസിഷൻ ആണ് ഫൈനൽ എന്നുള്ള ലെവലിൽ വരുന്നു. ദ നോഷൻ, അതായത് ഡിവൈൻ റൈറ്റ് തിയറി മാറിയിട്ട് പുതിയതായിട്ടുള്ള ഒരു സിസ്റ്റം, അതായത് ബിലീഫ് ഇൻ സയൻസ്, റേഷണൽ ആർഗ്യുമെന്റ്സിൽ കൂടെ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഈ ലോജിക്കലി റീസൺ കൊണ്ടുവരിക, അതിൽ കൂടെ കൊണ്ടുവന്ന ശേഷം ഇതിനെ മാറ്റിയെടുക്കാനുള്ള ആ സിസ്റ്റം ഓഫ് എത്തിക്സ് ആണ് അവിടെ പറയുന്നത്. അപ്പൊ 1784 ഇമ്മാനുവൽ കന്റ് ഒരു ഡിക്ലറേഷൻ പറയുന്നു, ഡെയർ ടു നോ, ഹാവ് ദ കറേജ് ടു നോ എന്നുള്ള ലെവലിൽ. അപ്പൊ ഇതിനുള്ള ഒരു ധൈര്യം വരണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം. ഈ ഉദ്ദേശത്തിൽ കൂടെ നമ്മളെ ഫ്രീഡം എത്രത്തോളം എടുക്കാൻ പറ്റും, അതായത് പബ്ലിക്കിന് എത്രത്തോളം റീസണിങ് പവർ കിട്ടാൻ പറ്റും, ആ ബിലീഫിൽ കൂടെ വരുന്ന ഒരു പോളിസിനെയാണ് ക്രിസ്ത്യൻ തിയോളജി. നമ്മൾ അഡ്വക്കേറ്റ് ചെയ്തിരുന്ന പ്രോപ്പർ എഡ്യൂക്കേഷനും ആപ്ലിക്കേഷൻ, അതായത് റീസണിങ് പവറിന് ഉണ്ടായിരുന്നത് ക്രിസ്ത്യൻ തിയോളജി. ഇതൊക്കെ മാറ്റിയിട്ട് ആ കാലഘട്ടങ്ങളിലെ ബുദ്ധിമാന്മാരായ ചാൾസ് മൊണ്ടേസ്ക്യൂ, ഡെനിസ് ഡിയോർ, വോൾട്ടയർ, ജീൻ ജേക്വിൻസ് ഒക്കെ തുടങ്ങുകയാണ്. അപ്പൊ ഇവര് എന്തൊക്കെയാണ് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൊണ്ടേസ്ക്യൂ ജനിച്ചത് കാലഘട്ടത്തിൽ ബ്യൂറക്സ് എന്നുള്ള ഫ്രാൻസിലാണ്. അവിടെ ലോയറായിട്ട് ആരംഭിക്കുന്നു. അതിനുശേഷം പല സബ്ജക്ട്സ് പഠിക്കാൻ താല്പര്യം കാണിക്കുകയും പിന്നെ ഡിഫറൻസ് സിവിലൈസേഷനെ പറ്റി പറയുകയും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ സ്പിരിറ്റ് ഓഫ് ലോസ് പബ്ലിഷ് ചെയ്യുന്നു 1848. അതിനുശേഷം റിഫ്ലക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് മുഴുവൻ ലേണിങ്ങിലും നോളേജ് ഗെയിൻ ചെയ്യാനും. അപ്പൊ ജൂറിസ്റ്റ് ആയിട്ട് ഇരിക്കുന്നു, പൊളിറ്റിക്കൽ ഫിലോസഫർ ആയിട്ട് പോകുന്നു, സോഷ്യൽ ക്രിട്ടിക് ആവുന്നു. മൊണ്ടേസ്ക്യൂ ലൂയി 14th കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതും ആ കാലഘട്ടത്തിൽ റീസണബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന റിലേഷൻ, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, റിലീജിയൻ ഇതിനെ പറ്റിയുള്ളതും ഈ തിയറി, ഡിവൈൻ റൈറ്റ് തിയറിനെ റിജക്റ്റ് ചെയ്യാണ്, ടോട്ടലി റിജക്റ്റ് ചെയ്യാണ്. അതിനുശേഷം ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് എത്രത്തോളം ഈ ഡെസ്പോട്ടിസം മോശമാണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ ലോസ്, മൊണ്ടേസ്ക്യൂവിന്റെ ലോസിൽ പറയുമ്പോൾ അനാലിസിസ് ചെയ്ത് പറയുന്നത് അവർക്ക് ഫ്രീഡം ഉണ്ടായിരിക്കണം, അതായത് എല്ലാ അഡ്വക്കേറ്റ്സ് മുഴുവനും എക്സിക്യൂട്ടീവിലും അവർക്ക് പവർ ഉണ്ടായിരിക്കണം, ലെജിസ്ലേറ്റീവിലും പവർ ഉണ്ടായിരിക്കണം, ജുഡീഷ്യറിലും അവർക്ക് പവർ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അപ്പോ ഇവിടെ ഈ സൊസൈറ്റിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എത്രത്തോളം ലോസ് ആവുന്നോ അതിനെ തിരിച്ചു പിടിക്കാനായിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് കൊണ്ടുവരണം. അപ്പൊ ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ അവിടെ വരികയാണ്. ഈ റോളിൽ കൂടെ മൊണ്ടേസ്ക്യൂ ലിബർട്ടീനെ പറ്റിയും 2 റവല്യൂഷണറി ചേഞ്ചസ് ആണ് 18th സെഞ്ചുറിയിൽ കാണുന്നത്. അപ്പോൾ തോമസ് ജെഫേഴ്സന്റെ ഡിക്ലറേഷൻ, ഇൻഡിപെൻഡൻസും റൈറ്റ്സ് ഓഫ് ദ മാൻ എന്നുള്ളതും
ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് വോൾട്ടിയർ ആണ്. വോൾട്ടിയർ പാരീസിൽ ജനിച്ചു. അഡ്വക്കേറ്റ് ആയിട്ട് റിലീജിയസ് ടോളറൻസും ഫ്രീഡം, അതായത് സിവിൽ ലിബർട്ടീസിനെ പറ്റിയാണ് എടുത്തു പറയുന്നത്. ഇൻഫ്ലുവൻസർ മുഴുവൻ ചെയ്ത് ഫിലോസഫറിന്റെ ജോൺ ലോക്കും സയന്റിസ്റ്റ് സർ ഐസക് ന്യൂട്ടന്റെ ഇൻഫ്ലുവൻസ് ഒരുപാടുണ്ട്. അപ്പൊ ഇതിൽ കൂടെ ഈ വോൾട്ടിയർ റേസ് ചെയ്ത റിലീജിയസ് ഡോഗ്മാസും അല്ലെങ്കിൽ ഇൻടോളറന്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രാക്ടീസിനെ പറ്റിയാണ് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്നത്. സിവിൽ വാർ ടൈമില് ഫ്രാൻസില് ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തിരുന്ന പവർ, ചർച്ചിന്റെ പവറും സ്റ്റേറ്റിന്റെ പവറിനെയും പറ്റിയും പരാമർശിക്കുന്നു എംഫിറിക്കലായിട്ട്. കൂടാതെ 1715 ഏജന്റ്, അതായത് ലോയി 14th കാലഘട്ടത്തിൽ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, എസ്സേസ് ഓൺ ദ കസ്റ്റംസ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് നേഷൻസ് പറഞ്ഞിട്ട്. അതിൽ നിന്ന് പഴയ ഹിസ്റ്ററി റൈറ്റിംഗ്സ് മാറ്റി പുതിയതായിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അതേമാതിരി തന്നെ ട്രീറ്റൈസ്, ഒരു സംബന്ധം, ടോളറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകത്തില് 1763 സുപ്രീം ബീയിങ് എന്നുള്ളത് ഗോഡാണ് സുപ്രീം ബീയിങ് എന്നുള്ള പറയുന്നത്. അപ്പൊ ഇവിടെ നാഷണലൈസ്ഡ് ആയിട്ടുള്ള റിലീജിയനും അഡ്വക്കേറ്റ് ചെയ്യുന്നത് റിലീജിയൻ എല്ലാവരും ഒരേ മാതിരി, എല്ലാവരും ബ്രദേഴ്സ് ആണ് എന്നുള്ള ലെവലിലുള്ള ആ റിലീജിയനെ പറ്റിയാണ് പറഞ്ഞ് പരാമർശിച്ചു പോകുന്നത്. ഇവിടെ റൈറ്റിംഗ്സിൽ നോക്കുമ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വേണം. എത്രത്തോളം നമുക്ക് എക്സ്പ്രഷൻ തുടങ്ങാൻ പറ്റുമോ, എത്രത്തോളം നമുക്ക് പറയാൻ പറ്റുമോ അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വോൾട്ടേറിന്റെ ഫ്രീഡം ഓഫ് തോട്ട്, റിലീജിയസ് ടോളറൻസും കാത്തലിക് ചർച്ച് അതോറിറ്റിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി തോന്നി. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ദ ഫേമസ് ആയ റോസ്യു ജനീവയിൽ ജനിക്കുന്നു, അതിനുശേഷം പാരീസിലേക്ക് വരുന്നു. അവിടെ വെച്ചിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ്സ് ഉണ്ട് റോസ്യുവിൻ്റെ, ദ സോഷ്യൽ കോൺട്രാക്ട് 1762 പിന്നെ എമിലി എന്ന് പറഞ്ഞിട്ടതും അതേ കാലഘട്ടത്തിൽ എഴുതുന്നു. ഇതിൽ റോസ്യുവിന്റെ ഒപ്പീനിയൻസ്, എല്ലാ മനുഷ്യന്മാരും ജനിക്കുമ്പോൾ നല്ലവരായിട്ടാണ് ജനിക്കുന്നത്, പക്ഷെ അവരുടെ സാഹചര്യങ്ങളാണ് അവരെ ഈവിളായിട്ട് മാറ്റി സൊസൈറ്റി മാറ്റുന്നു എന്നാണ് പറയാറ്. റോസി പറയാറുണ്ട്, മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് ഹീസ് ഇൻ എവരിവെയർ ഇൻ ചെയിൻസ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എത്രത്തോളം ഇതിനൊക്കെ പരാമർശിച്ചു വരുന്നതോ, ഇൻഡിവിജ്വലായ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും അവരുടെ സാക്രിഫൈസും അവരുടെ കളക്റ്റീവ് ഇൻട്രസ്റ്റും ഇതിനെ പറ്റിയാണ് റോസിയോ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോ റോസിയോ ബിലീവ് ചെയ്തിരുന്നത് പ്രൊമോട്ട് ചെയ്യുക. എന്ത് പ്രൊമോട്ട് ചെയ്യുക? ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി. ഇതിനെ പറ്റിയും സിവിലൈസേഷൻ, വെൽത്തിനെ പറ്റിയും ഒക്കെ ക്ലിയർ ആയിട്ട് പറയുന്നു. റോസിയോ ബിലീവ് ചെയ്യുന്നത് ഗവൺമെന്റ് നല്ല ഗവൺമെന്റ് ആണെങ്കിൽ അവര് ഫ്രീഡം, എല്ലാ സിറ്റിസണും അവർ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫ്രീഡം കൊടുക്കണം. അതിൽ കൂടെ ലോസ്, നിയമമെല്ലാം യൂണിവേഴ്സലായിട്ട് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അടുത്തതായിട്ട് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ഡിക്റ്റോറേറ്റ് എന്ന് പറയും. 1713 മുതൽ 1884 വരെയാണ്. ഫ്രഞ്ച് ഫിലോസഫർ ആണ്. ഫ്രഞ്ച് ഫിലോസഫർ വളരെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ജനിച്ച ഫിലോസഫർ കൂടിയാണ്. ഇവിടെ എഡിറ്റിങ്ങും വലിയ പേര് കിട്ടിയത് എഡിറ്റിങ്ങിലും പബ്ലിഷിങ്ങിലാണ്. അപ്പൊ പബ്ലിഷ് ചെയ്തത് ആദ്യത്തത് 28 വോളിയം ഓഫ് എൻസൈക്ലോപീഡിയ എന്ന് പറയും. ഈ എൻസൈക്ലോപീഡിയ കളക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് മാത്രമല്ല, അവിടെ തിങ്കിങ്ങിനെ പറ്റിയും ഈ എൻസൈക്ലോപീഡിയ വഴി സ്പിരിറ്റ് ഓഫ് ഫ്രാൻസിന്റെ എൻലൈറ്റ്മെന്റ് ക്രിട്ടിസൈസ് ചെയ്യുന്നു ഡെസ്പോട്ടിസത്തിന്, പിന്നെ എംഫസൈസ് ചെയ്യുന്നു ഡെമോക്രസി കൊണ്ടുവരണം. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷന്റെ കാരണമായി മാറുകയാണ്. എൻസൈക്ലോപീഡിയ കവേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് മുഴുവനും സോഷ്യൽ പ്രോബ്ലംസ്, പൊളിറ്റിക്കൽ പ്രോബ്ലംസ്, ആർട്ട്, റിലീജിയൻ ആൻഡ് സയൻസ്. ഇതിൽ കൂടെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനും ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനും റിലീജിയസ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ആ ഒപ്പീനിയൻ എടുത്ത് അവരെ ഡിസയർ ചെയ്യിച്ച് ജഡ്ജ്മെന്റ് എന്തായിരിക്കും അവസാനം നിങ്ങളുടെ റെസ്പെക്ട് പ്രകാരം പോണമെന്നാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതായത് അവനോന്റെ റൈറ്റിംഗിൽ കൂടെ പുതിയതായിട്ടുള്ള സയന്റിഫിക് ഐഡിയാസ്, വാല്യൂസ് ഓഫ് റീസൺ, ടോളറേഷൻ,
ഇക്വാളിറ്റി, ലിബർട്ടി, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ 1789 നടക്കുമ്പോൾ ഈ എൻലൈറ്റ്മെന്റ്, അതായത് ഈ വികാസം, പൊളിറ്റിക്കൽ ആയിട്ടുള്ള വികാസം അവർക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ലിബറലിസം. ലിബറലിസം എന്ന് പറയുമ്പോൾ 20th സെഞ്ചുറിയിൽ ലിബറലിസം അതായത് 18ാം നൂറ്റാണ്ടും 19ാം നൂറ്റാണ്ടിലെയും മിഡിൽ ഭാഗത്തില് ഒരു ക്ലാസിക്കൽ ലിബറലിസം തുടങ്ങുന്നുണ്ട്. ഈ ക്ലാസിക്കൽ ലിബറലിസത്തില് മൂവ്മെന്റ് ഹിസ്റ്റോറിക്കലി അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ളത് ജോൺ ലോക്കാണ്. ജോൺ ലോക്കിന്റെ വ്യൂവിൽ കൂടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് റൈറ്റ് ടു ബിലീവ്, ലിബർട്ടി, പ്രോപ്പർട്ടി, ഇതിനൊക്കെയാണ് നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ക്ലാസിക്കൽ ലിബറലിസത്തിൽ വളരെ പ്രൈമായിട്ട് പറഞ്ഞിരുന്നത് ഇൻഡിവിജ്വൽ ഫ്രീഡം, ഈ പവർ സ്റ്റേറ്റ് എപ്പോഴാണോ ഇതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നത് അവിടെ നമ്മുടെ പ്രോപ്പർട്ടി റൈറ്റ്സ് ഒക്കെ നമ്മൾ ഇൻഡിവിജ്വൽ ലിബർട്ടി ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ഇതുകൂടാണ്ട് നമ്മൾക്ക് പറഞ്ഞു വരുന്നത് ഇവിടെ ക്ലാസിക്കൽ ലിബറൽസിന്റെ അഡ്വക്കേറ്റ് ചെയ്യുന്ന സോഷ്യൽ ഓർഡറിൽ കൂടെ ഇൻഡിവിജ്വൽ ലിബർട്ടി മാക്സിമം ആയിട്ട് കിട്ടണമെന്ന് പറഞ്ഞു വരുന്നു. അപ്പൊ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് കിട്ടേണ്ട അധികാരം നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് നന്നാകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ലിബറലൻസിന് വരും ഗവൺമെന്റിന് സസ്പീഷനാണ്, ഭയങ്കര സസ്പീഷൻ, അത് സംശയമാണ്. അതേമാതിരി ഗവൺമെന്റിന്റെ ഈ ഇന്റർഫിയറൻസും അവർക്ക് താല്പര്യമില്ല. അപ്പൊ ഈ ലിബറൽസ് അത് അസേർട്ട് ചെയ്തെടുക്കുന്നത് മുഴുവനും അവനവന്റെ ലിബർട്ടി, പ്രോപ്പർട്ടി, മാർക്കറ്റ്, ഫ്രീ മാർക്കറ്റ് എക്കോണമി, ഇതിലൊക്കെ എൻക്രോച്ച്മെന്റ് സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല. അതേമാതിരി അമേരിക്കൻ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും ഈ കാലഘട്ടത്തിലാണ് നടന്നു പോകുന്നതും. അതേമാതിരി ഇവിടെ വേറെ 2 കാര്യങ്ങൾ കൂടെ അവർ എടുത്തു പറയുന്നുണ്ട്. 2 തിയറി, 2 സ്ട്രാൻഡ് ആണ് പറയുന്നത്. ഒന്ന് യൂട്ടിലിറ്റേറിയനിസം ആൻഡ് രണ്ടാമത്തത് ലേസിഫിയറിനിസം. അപ്പൊ നമ്മൾ ഇന്നിപ്പോ യൂട്ടിലിറ്റേറിയനിസം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ മാക്സിമം ഹാപ്പിനെസ് എവിടെ കിട്ടുന്നോ, അവർക്ക് വർത്ത് ആക്ഷൻ എങ്ങനെ കിട്ടുന്നു, ഗവൺമെന്റ് ഏത് വിധത്തിലാണോ ഗ്രേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്, യൂട്ടിലിറ്റേറിയനിസത്തിൽ കൂടെ ഹ്യൂമൻ ഹാപ്പിനെസ് ആണ് എംഫസൈസ് ചെയ്യുക. അവിടെ ലിബർട്ടി ആണ് പറയുന്നത്. ജെർമി ബെത്ലഹാം ഫൗണ്ടർ ആണ് യൂട്ടിലിറ്റേറിയൻ ഫിലോസഫിന്റെ. ആ യൂട്ടിലിറ്റേറിയനിസം കമ്മിറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത് മുഴുവനും ഹ്യൂമൻ ബിഹേവിയർ ആണ്. എത്രത്തോളം മനുഷ്യരുടെ പെരുമാറ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ബെൻഹാം പറയുന്നത്. കണ്ടംപററി ആയിട്ടുള്ള ആ കാലഘട്ടങ്ങളിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും അതേമാതിരി ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള മൊറാലിറ്റിനെ പറ്റിയും ഒക്കെ പൊളിറ്റിക്കൽ റിഫോർമർ കൂടിയാണ്. ഓർത്തഡോക്സ് മൊറാലിറ്റി എഗെയിൻസ്റ്റ് ആണ്, ഭയങ്കരമായിട്ട് എഗെയിൻസ്റ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല ഇൻട്രൊഡക്ഷൻ ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് മോറൽസ് ആൻഡ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലീഗലൈസ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു ലീഗലി ആൻഡ് പൊളിറ്റിക്കലി ഓർഗനൈസേഷൻസിനെ. ഇനി നമ്മൾ അടുത്ത് പരാമർശിക്കാൻ പോകുന്നത് ജോൺ സ്റ്റുവാർട്ട് മിൽ ആണ്. അതായത് സൺ ഓഫ് ജെയിംസ് മിൽ. ഫിലോസഫി യൂട്ടിലിറ്റേറിയത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ് ബെത്ലഹാമിന്റെ. മില്ല് വന്ന് ഇംഗ്ലീഷ് ക്രിട്ടിക്കൽ സൊസൈറ്റിനെ പറ്റി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സൊസൈറ്റിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. വളരെ ഡിഫൻഡർ ആയിട്ട് പേഴ്സണാലിറ്റിയും എന്തൊക്കെയാണ് ഡിഫൻഡർ ചെയ്യുന്ന പേഴ്സണൽ ഓട്ടോണമി, സിവിൽ ലിബർട്ടീസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻഡിവിജ്വാലിറ്റി, അതിൽ കൂടെ അത് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നു. അങ്ങേരുടെ എസ്സേ ആയ ലിബർട്ടി, എസ്സേ ഓൺ ലിബർട്ടി 1859 എഴുതുന്നത്. അതിൽ എഴുതുമ്പോൾ പോയിന്റ് വരുന്നത് മുഴുവനും എസ്സേയിൽ പറയുന്നത് മുഴുവൻ ജസ്റ്റിഫിക്കേഷൻ ആണ്. സൊസൈറ്റീനെ ലിമിറ്റിംഗ് ദ ലിബർട്ടി, ഓരോ ഇൻഡിവിജ്വലിനും കിട്ടുന്നതും അതേമാതിരി ഗവൺമെന്റിന്റെ ഫോഴ്സ്, പബ്ലിക് ഒപ്പീനിയൻ, അടുത്തവരെ ഉപദ്രവിക്കാണ്ടിരിക്കണം, അതാണ് ഏറ്റവും കൂടുതൽ നല്ല കാര്യമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതേമാതിരി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാണ് യൂട്ടിലിറ്റേറിയൻ കാര്യങ്ങൾ എന്താണ്, ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് പ്രിൻസിപ്പൽ, അത് ആക്ഷൻ, പ്രോപ്പർ ആക്ഷൻ അറ്റ് ദ പ്രോപ്പർ ടൈം, അതിനാണ് അവിടെ സ്ട്രെസ് എടുത്ത് പറയുന്നത്. ഇനി യൂട്ടിലിറ്റേറിയൻ ഫിലോസഫിയില് ഹാപ്പിനെസ് എന്നുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷമാണ് സുപ്രീം ഗോളായിട്ടും ഒരു ഇൻഡിവിജ്വലിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഹാപ്പിനെസ് എന്താണെന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സൊസൈറ്റിയുടെ എയിം അതായിരിക്കണം എന്ന് പറയുന്നു. ഇതിൽ കൂടെ ട്രഡീഷണലി ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ കൺസേൺ ഇൻഡിവിജ്വൽ ഫ്രീഡമോ എങ്ങനെ വന്നാൽ എമർജിങ് മിഡിൽ ക്ലാസ് ആയിട്ട്
വരുന്നവർക്ക് അനുഭവിക്കാൻ പറ്റുന്നതായിരിക്കണം എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. ഇനി അടുത്ത് ഞാൻ പരാമർശിക്കാൻ പോകുന്നത് ലേസി ഫെയർ തിയറിയാണ്. ലേസി ഫെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ആ കാലഘട്ടത്തിൽ ഫ്യൂഡൽ ലോഡ്സ് ഉണ്ടായിരുന്നു. അതായത് ഫ്യൂഡൽ ലോഡ്സിന്റെയും റെഗുലേഷൻസ് മെർക്കൻഡലൈസം, ഡോക്ട്രിൻ ഓഫ് മെർക്കൻഡലൈസം ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് എല്ലാത്തിനും മിനിമം വേജ് പറയുക. ലേസി ഫെയർ തിയറിയിൽ ഫ്രീ ട്രേഡ് 18ാമത്തെ സെഞ്ചുറിയിൽ യൂറോപ്പിൽ ബിലീവ് ചെയ്യുന്നതാണ്. ഇക്കോണമിയിൽ ആ ഇക്കോണമി എങ്ങനെ വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ കൊണ്ടുവരണം, ഇക്കണോമിക് പ്രോഗ്രസ് കൊണ്ടുവരണം. ഈ ലേസി ഫെയർ തിയറി ഫിസിയോക്രാഫ്റ്റ്സ് എന്ന് പറയും ഫ്രാൻസിൽ. ഇതൊരു ഗ്രൂപ്പാണ്. ഫിസിയോക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞത് ഒരു ഗ്രൂപ്പാണ് 18ാം നൂറ്റാണ്ട് ഉണ്ടാവുന്നതും. അവർ കൺട്രോൾ ചെയ്യുന്നത് മുഴുവനും മെർക്കൻഡലിസ്റ്റിന്റെയും ഒരു ബിലീഫ്. ഈ ഫിസിയോതെറാപ്പിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് കൃഷിയാണ് എക്കണോമിക് ആയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ നേഷന്റെ വെൽത്ത് കൃഷിയാണ്. അപ്പൊ അത് റെഗുലേഷൻ കൊണ്ടുവരുന്ന കോമേഴ്സിലും ടാരിഫിലും കൊണ്ടുവരിക, അതിനെ അഡ്വക്കേറ്റ് ചെയ്യുക, സെൽഫ് ഇൻട്രസ്റ്റ് കൊണ്ടുവരിക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റാഷണലൈസ്ഡ് റെന്റ് കൊണ്ടുവരിക. ഇങ്ങനത്തെ ഇക്കോണമി, ക്ലാസിക്കൽ ഇക്കോണമി വഴി ഒപ്പോസ് ചെയ്ത് ഡോക്ട്രിൻ ഓഫ് മെർക്കൻഡിലിസം ആണ് പറയുന്നത്. അപ്പോ ഫ്രാൻകോയിസ് ക്വെസ്നെ, അതായത് ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആണ്, 1694 മുതൽ 1774 വരെ ഫൗണ്ടറാണ്. അങ്ങേരാണ് ഈ തോട്ട് ഫിസിയോക്രാറ്റിക് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തോട്ടിനെ കൊണ്ടുവരികയും അതിനുശേഷം ആഡം സ്മിത്ത് വന്നിട്ട് സ്കോട്ടിഷ് ഫിലോസഫർ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലേസി ഫെയർ തിയറിന്റെ ഫിലോസഫർ കൂടിയാണ്. അപ്പോൾ ഈ ലേസി ഫെയർ തിയറി ഫിലോസഫിയിൽ പറഞ്ഞിട്ടുള്ളത് മുഴുവനും ആഡം സ്മിത്ത് ജസ്റ്റിഫൈ ചെയ്യുന്നത് ഫ്രീ എക്കോണമി ആൻഡ് ക്യാപിറ്റലിസം. അപ്പോൾ ഇങ്ങയുടെ പുസ്തകത്തിൽ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞിട്ട് 1776 പബ്ലിഷ് ചെയ്തു. സ്മിത്ത് മെർക്കൻഡലിസ്റ്റ് ആർഗ്യുമെന്റ്സിനും പ്രൊട്ടക്റ്റീവ് ടാരിഫ്സിനും സെർവ് ചെയ്യുന്ന എക്കണോമിക് ഇൻട്രസ്റ്റ്, നേഷന്റെ എക്കണോമിക് ഇൻട്രസ്റ്റിനെ പറ്റിയും എടുത്തെടുത്ത് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് സ്മിത്തിന്റെ ഡിസയർ, അല്ലെങ്കിൽ സ്മിത്ത് പറയുന്നത് ഒരു ഗവൺമെന്റ് ഹ്യൂമൻ ആക്ടിവിറ്റി, വെൽത്ത് ഉണ്ടാക്കേണ്ടത് ഹ്യൂമൻ ആക്ടിവിറ്റിയാണ്. സെൽഫ് ഇൻട്രസ്റ്റും അതേമാതിരി തന്നെ പ്രോഫിറ്റും, ഈ പ്രോഫിറ്റ് ഒക്കെ ഒരാൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോ അങ്ങേരെ എഴുതുന്നുണ്ട് ആ തരത്തിൽ ഒരാൾക്ക് സ്വന്തമായിട്ട് സെൽഫ് ഇൻട്രസ്റ്റിൽ കൂടെ ഇൻഡിവിജ്വലിന് കോൺട്രിബ്യൂട്ട് എത്രത്തോളം ഇക്കണോമിക് കമ്മ്യൂണിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. കോമ്പറ്റീഷൻ വളരെ നല്ലതാണ്, ഒരു ഗ്രീഡിനെ ചെക്ക് ചെയ്യാനായിട്ട് നല്ലതാണ്. അതേമാതിരി തന്നെ ഗവൺമെന്റ് റെഗുലേഷനും കൺട്രോളും ചെയ്യുന്നു എന്ന് എടുത്ത് പരാമർശിക്കുന്നു. മാത്രമല്ല ആഡം സ്മിത്ത് ഫ്രീ ട്രേഡിനും അബോളിഷൻ ഓഫ് മൊണോപ്പൊളീസിനും അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. സ്മിത്ത് പിന്നെ എംഫസൈസ് ചെയ്യുന്നത് അഗ്രികൾച്ചറിന്റെ ഈ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് വെൽത്ത് എന്നുള്ളതാണ്. സ്മിത്ത് അതേസമയം ഫസ്റ്റ് ടൈമായിട്ട് സംസാരിക്കുന്നു ഡിവിഷൻ ഓഫ് ലേബർ ഫോഴ്സ്, അതേമാതിരി സ്പെഷ്യലൈസേഷൻ, അതായത് ഓരോ വർക്കിന് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ആൾക്കാർ, സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ. എന്തിനാണ്? ഇംപ്രൂവ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറിന്റെ അവരുടെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യിക്കാൻ. അപ്പൊ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരാകുമ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ കൂടുതലാവും, അതേമാതിരി തന്നെ അതിന്റെ ക്വാളിറ്റി നന്നായിരിക്കും. പിന്നെ പറയുന്നത് എന്താ വെച്ചാല് ലേസി ഫെയർ തിയറിയിലെ ഒരു ഡൊമിനിയൻ ആയിട്ടുള്ള എക്കണോമിക് ഐഡിയൽ ഡേവിഡ് റിക്കാർഡോ 1772 മുതൽ 1823 വരെ ഉണ്ട്. തോമസ് മൽത്തോസും ഇവര് ഫോളോ ചെയ്യുന്നത് ലേസി ഫെയർ, ആഡം സ്മിത്തിന്റെ ലേസി ഫെയർ എക്കണോമിക്സ് ആണ്. ഇതിൽ കൂടെ സൊസൈറ്റിയിൽ ഹൈലി കോമ്പറ്റീറ്റീവ് വർക്കേഴ്സ് വരുമ്പോൾ ആ ഡിസഡ്വാൻറ്റേജസ് അവരുടെ വേജസിൽ കാണാൻ പറ്റും. ഇതിന് അയൺ ലോ വരെ വേജസ് ഉണ്ടാക്കി അവർക്ക് വേണ്ട വിധത്തിലുള്ള സബ്സ്റ്റൻസ് വർക്കേഴ്സിന് വേണമെന്ന് പറയുന്നു. മാക്സിമൈസ് ചെയ്യുമ്പോഴത്തേക്കും കോമ്പറ്റീഷൻ വരണം, എക്സ്റ്റേണലി കോമ്പറ്റീഷൻ വന്നാൽ കൂടിയും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റെഡ്യൂസ് ചെയ്ത് അതിനെ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരിക.
പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി ആൻഡ് ടാക്സേഷൻ. റിക്കാർഡോ ആർഗ്യുമെന്റ് ചെയ്യുന്നത് പ്രൊട്ടക്ഷനിസ്റ്റ് ആണ്. പോളിസീസിനെ പറ്റിയും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തിട്ടുള്ള വേജസിനെ പറ്റിയും എടുത്തു പറയുന്നു. ഇവിടെ ക്യാപിറ്റലിസം എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ക്യാപിറ്റലിസം തോമസിന് വളരെ വ്യത്യാസമായ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, എസ്സേസ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ ആസ് ഇറ്റ് എഫക്ട്സ് ദ ഫ്യൂച്ചർ ഇംപ്രൂവ്മെന്റ് ഓഫ് സൊസൈറ്റി. ഇതിൽ കൂടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്താൽ അൺചെക്ഡ് ആയിട്ടുള്ള ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ് വരുന്നതെങ്കിൽ അവിടെ അതേസമയം നമുക്ക് ജീവിത സൗകര്യങ്ങൾ സബ്സ്റ്റൻസ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് പോയിരിക്കാം. അപ്പോ ഹ്യൂമൻ ഹോപ്പിന് എത്രത്തോളം ഹാപ്പിനെസ് കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പ്രൊഡക്ഷൻ വരും. ഈ റൈറ്റിംഗ്സിന് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആയ ട്രയംഫ് ക്യാപിറ്റലിസം E.J. ഹോബ്സൺ ഒബ്സർവ് ചെയ്തിട്ട് പറയാണ്, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ, പ്രോഗ്രസിന്റെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ അത് മാറ്റണം, വെസ്റ്റേൺ ബിസിനസ്മെൻ അത് മാറ്റിയെടുക്കണം എന്നുള്ള ലെവലിലേക്കാണ് ഫോർവേഡ് ചെയ്ത് ഹ്യൂമാനിറ്റി ത്രൂ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതിന് അടുത്തതായിട്ട് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് സോഷ്യലിസത്തിനെ പറ്റിയാണ്. അതായത് സോഷ്യലിസം ന്യൂ ഐഡിയോളജിയാണ് സോഷ്യലിസം. കോമൺ ഓണർഷിപ്പ്, അതായത് സെൽഫിഷ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിസത്തിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഹാപ്പിനെസ്. സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള സെയിന്റ് സൈമൺ, ചാൾസ് ഫോറിയർ, റോബർട്ട് ഓവൻ, ഇവരാണ് ഇങ്ങനത്തെ ഒരു തിങ്കിങ്ങിനെ പറ്റി പറയുന്നത്. അവർ ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്, സൊസൈറ്റിയിൽ നോട്ട് ഓൺലി അൺജസ്റ്റ് അല്ല, വർക്ക്മെന്റ് മാത്രമല്ല, ഇൻട്രസ്റ്റ് ഓഫ് ദ പുവർ. ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പ്രൊവൈഡ് ചെയ്തത് ആ കാലഘട്ടത്തിൽ അതിന്റെ സോഷ്യൽ സ്ട്രക്ചറിലും ഇക്കണോമിക് റിലേഷൻസിലും പ്രോബ്ലം ഉണ്ടായിരുന്നുകൊണ്ടാണ് യൂറോപ്പിൽ അങ്ങനെ വരുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് വർക്ക്, ലേബർ, പ്രൊഡക്ഷൻ, ഇത് റിലേറ്റീവ്ലി സൊസൈറ്റിയിലെ മേജർ ഏരിയ ആണ് സോഷ്യലിസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അവർ സോഷ്യൽ ഇൻഇക്വാലിറ്റിയും ചൈൽഡ് ലേബറും ഡിസ്ട്രസ്, അതായത് പാവങ്ങളുടെ കഷ്ടപ്പാടും ഇതിനെയൊക്കെ എടുത്ത് പരാമർശിക്കുന്നു. സോഷ്യലിസത്തില് ആദ്യ കാലഘട്ടങ്ങളിൽ പറയുന്നത് മോറൽ ഫിലോസഫിയാണ്. അതിൽ കൂടെ അറ്റാക്ക് ചെയ്യാണ്ട്, അതായത് ക്യാപിറ്റലിസത്തിനെയും സോഷ്യലിസ്റ്റ് വളരെ റീഡിസ്ട്രിബ്യൂഷൻ, ഉള്ള ധനത്തിന് റീഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് എടുത്ത് പരാമർശിച്ചത്. അത് മാത്രമല്ല ഹാർമണി, പലതരത്തിലുള്ള ക്ലാസ്സിലുള്ള ആൾക്കാരുണ്ടാവും സൊസൈറ്റിയിൽ. അപ്പൊ അവരെ ഹാർമോണിയസ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പീസ്ഫുൾ മീൻസും റാഷണൽ ഡിസ്കഷൻസിൽ കൂടെയാണ് ഇത് കൊണ്ടുപോകേണ്ടത് എന്നാണ് അവർ പറയുന്നത്. ഈ ഏർലി സോഷ്യലിസ്റ്റ് ആയിട്ടുള്ളവരെ നമ്മൾ പറയുന്നത് ഉത്തോപ്യൻ സോഷ്യലിസ്റ്റ് ആണ്. കാറൽ മാർക്സിന്റെയും ഫ്രെഡറിക് എൻജൽസിന്റെയും കാലഘട്ടത്തിലാണ് അവർ അഡ്വക്കേറ്റ് ചെയ്തത് സയന്റിഫിക് സോഷ്യലിസമാണ്. ഇനി അടുത്ത് ഞാൻ പരാമർശിക്കാൻ പോകുന്നത് സെയിന്റ് സൈമൺ 1760 മുതൽ 1825 വരെ ജനിച്ചത് പാരീസിലാണ്. ഐഡിയാസും എല്ലാം കണ്ടീഷൻ ചെയ്തിട്ടുള്ളത് ഫ്യൂഡൽ ആൻഡ് മിലിറ്ററി ഓർഡർ പ്രകാരമുള്ള ഒരു എക്കണോമിക് സിസ്റ്റത്തിലാണ് ജനിച്ചു വളർന്നതും ഗവൺമെന്റിന്റെ കൺട്രോളും ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഓർഗനൈസേഷൻ ഈ അങ്ങേര് സജസ്റ്റ് ചെയ്ത പ്രകാരം സൊസൈറ്റിനെ ഓർഗനൈസ് ആക്കി എടുക്കുകയും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലേബർ, മോസ്റ്റ് കേപ്പബിൾ മെൻ, അവരെ കൊണ്ടുവച്ച് വേണം ഈ എലൈറ്റിനെ പീസ്ഫുൾ ആയ പ്രോസസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരേണ്ടത് എന്ന് പറയുന്നു. ഇത് മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, സോഷ്യൽ ഹയറാർക്കി. ആ സോഷ്യൽ ഹയറാർക്കിയിൽ ഏറ്റവും സൊസൈറ്റിയിൽ വരുന്നത് നല്ലപോലെ വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം എന്നുള്ളതും, അതേമാതിരി പ്രൈവറ്റ് ഓണർഷിപ്പ് ഉള്ളവരും. ഇത് മാത്രമല്ല പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് റീഓർഗനൈസേഷൻ, സൊസൈറ്റീനെ ഒന്ന് തിരുത്തപ്പെടുക്കുക, ഫിസിക്കലായിട്ടും മോറൽ ഇംപ്രൂവ്മെന്റിന്റെയും മോറൽ ഇംപ്രൂവ്മെന്റും പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്ന് പറയുന്നു. അതിനുശേഷം വിഷ്വലൈസ് ചെയ്യുന്ന കോൺഫ്ലിക്റ്റ് ക്യാപിറ്റൽ ആൻഡ് ലേബറിനെ കൂടിയാണ്. ഇനി ചാൾസ് ഫോറിയർ വരുന്നുണ്ട് 1772 മുതൽ 1837 വരെ. കണ്ടംപററി സെയിം ടൈമിലാണ് സെയിന്റ് സൈമണും ജീവിച്ചിരുന്നത്. ഇവിടെ റീകൺസ്ട്രക്ഷൻ എന്താ പറയുന്നത് വെച്ചാൽ സൊസൈറ്റിയില്
കമ്മ്യൂണൽ അസോസിയേഷൻ കൊണ്ടുവരണം അഗ്രികൾച്ചർ പ്രോഡക്ട്സിന്റെ. അവരെ നമ്മുടെ ഫെലങ്കാസ് എന്ന് പറയുന്നു. ആ തിയറി ഓഫ് സോഷ്യൽ ഓർഗനൈസേഷനിൽ കൂടെ അവരുടെ ലിബർട്ടി എൻജോയ് ചെയ്യാനുള്ള ഒരു സൊസൈറ്റി കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് അതിന് വേണ്ടത്, സോഷ്യൽ ഓർഡർ കൊണ്ടുവരാൻ വേണ്ടത് ഒരു ഓർഗനൈസേഷൻ, സിസ്റ്റം ഓഫ് ഇൻഡസ്ട്രി ഓർഗനൈസ് ചെയ്യുക. പിന്നെ ഗ്യാരണ്ടി കൊടുക്കുക, എല്ലാ ഇൻഡിവിജ്വലിനും അവനവൻ്റെതായ നാച്ചുറൽ റൈറ്റ്സ് കിട്ടുന്നുള്ള ഗ്യാരണ്ടി കൊടുക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് ഈ ഇൻട്രസ്റ്റ് എല്ലാം അസോസിയേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് എല്ലാം റിച്ചിനും പണക്കാർക്കും പാവപ്പെട്ടവർക്കും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള എല്ലാ ആൾക്കാർക്കും, മാസിന് മുഴുവനും ഒരു മിനിമം കംഫർട്ടബിൾ സ്റ്റേജും സൊസൈറ്റിയിൽ കിട്ടാവുന്ന മാക്സിമം എൻജോയ്മെന്റും കിട്ടണം എന്ന് പറയുന്നു. ഇപ്പൊ ഇങ്ങനെ ഈ വർക്ക് എൻജോയബിൾ ആക്കി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നെ ഫോറിയർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവര് ഇവിടെ വ്യത്യാസമുള്ള സ്മോൾ കമ്മ്യൂണിറ്റീസ് ആണ്. ഈ സ്മോൾ കമ്മ്യൂണിറ്റീസിനാണ് ഫെലാൻഡ്രിസ് എന്ന് വിളിക്കുന്നു. ഇവരുടെ സാറ്റിസ്ഫൈ പറയുന്നത് പ്ലഷർ ആയിട്ടുള്ള ആ നമുക്ക് മനുഷ്യനുള്ള ഡിസയറിനെ, ആ പ്ലഷറിന്, അങ്ങനത്തെ ഒരു സോഷ്യലിസ്റ്റ്, വേറൊരു സോഷ്യലിസ്റ്റ് ആണ് റോബർട്ട് ഓവൻ. 1771 മുതൽ 1858 വരെ ഉണ്ടായിരുന്നു. ക്ലോസ് ഇഫക്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് ബ്രിട്ടീഷ് ടൈമിൽ, ബ്രിട്ടനിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങുന്ന സമയത്ത് അവരുടെ ലേബറേഴ്സിനുള്ള പ്രശ്നങ്ങളും അവരുടെ പ്രോബ്ലംസിനെയൊക്കെ പറ്റിയാണ് പരാമർശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഫാദർ കൊടുക്കുന്ന ഒരു ഇംപ്രൂവ്മെന്റ്, അല്ലെങ്കിൽ ഒരു അച്ഛൻ കുട്ടികളെ എങ്ങനെ നോക്കും അതേമാതിരി കൊടുക്കണമെന്നാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. പിന്നെ ക്രിസ്ത്യാനിറ്റിനെയും റീസണും നാച്ചുറൽ ഒക്കെ എൻവയറമെന്റിൽ എഗെയിൻസ്റ്റ് ആയിട്ട് അത് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോ മാത്രമല്ല ഒരു സോഷ്യൽ റീഫോമർ ആണ്. കോട്ടൺ മിൽസ്, അതായത് ബ്രിട്ടീഷിന്റെ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കോട്ടൺ ഇൻഡസ്ട്രിയാണ്. അവിടെ ഉണ്ടായിരുന്ന പ്രോബ്ലത്തിനെ പറ്റിയൊക്കെ റോബർട്ട് ഓവൻ എടുത്ത് ഒരു ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്നുള്ളതിൽ എടുത്ത് പറയുന്നുണ്ട്. എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ സെൽഫ് ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും സ്വന്തം ഹാപ്പിനെസ്സിന്. അതേമാതിരി ഗോഡ് ചില മെന്റൽ ഇൻക്ലിനേഷൻസും ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. ഇതിനെയൊക്കെ പറ്റി പരാമർശിച്ചിട്ടാണ് പുള്ളി പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഇറാഷണൽ ഇൻസ്ട്രക്ഷൻസ്, കൺഫ്യൂസ് ചെയ്തിട്ടുള്ള പവർ ഓഫ് റീസൺ, കോസസ്, ഇതൊക്കെയാണ് ഈ ഈവിൾ സൊസൈറ്റിക്കുള്ള കാരണങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് എന്താ വെച്ചാൽ, പ്രൈമറി ആയിട്ടുള്ള നെസസറി അസംഷൻസ് ഹാപ്പിനെസ്സിന് ഒരു കിട്ടണമെങ്കിൽ എല്ലാവരും ഒരേമാതിരി എൻജോയ് ചെയ്ത് പോണം. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് കാറൽ മാർക്സും ഫെഡറിച്ച് റിച്ചും, ഇവര് ഏർലി സോഷ്യലിസ്റ്റ് ആണ്. അവര് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയില് ഡിസ്റ്റൻസ്, വർക്കിംഗ് ക്ലാസ്സും ക്യാപിറ്റലിസം, മുതലാളി തൊഴിലാളി എന്നുള്ള ആ ക്ലാസ് സ്ട്രഗിളിൽ കൂടെ അവര് എത്രത്തോളം അവനവന്റെ റൈറ്റ് അല്ലെങ്കിൽ അവകാശം എടുക്കും എന്നുള്ളത് പ്രസന്റ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പബ്ലിഷ് ചെയ്തത് 1848 അപ്പോൾ അതിൽ കൂടെയും കാറൽ മാർക്സ് എടുത്തു പറയുന്ന ഒരു പുതിയ മീനിങ്, സോഷ്യലിസത്തിന് ഒരു പുതു മീനിങ് കൊണ്ടുവരികയും അതിനെ പ്രൊലറ്റേറിയൻ റവല്യൂഷൻ എന്ന് പറഞ്ഞ് പരാമർശിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത വരുമ്പോഴത്തേക്കും ഈ യൂറോപ്യൻ 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ഡെവലപ്പായിട്ടുള്ള ഈ ചർച്ചിന്റെ ആബ്സൊല്യൂട്ട് മൊറാലിറ്റിയെ മാറ്റിയെടുക്കാൻ ഈ യൂണിറ്റിന്റെ അവസാന ഭാഗത്തേക്ക് സയന്റിഫിക് ഡിസ്കവറീസ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് റീസണിങ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പല ഇൻഡിവിജ്വൽസിന്റെയും അവരുടെ വിസ്റ്റം അല്ലെങ്കിൽ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവർ പറഞ്ഞിട്ടുള്ള പല വേയിൽസിൽ കൂടെ ആ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന, ആ കാലഘട്ടത്തിൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക് ഓർഡർ ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു പോയത്. പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് ഓരോ ഐഡിയോളജിയും കൊണ്ടുവരികയും റാഷണലിസ്റ്റ് ആയിട്ടും സെക്യുലർ ആയിട്ടും എടുക്കാൻ ശ്രമിക്കുന്നു. അത് കൂടാണ്ട് ഇവര് ബിലീവ് ചെയ്യുന്നത് എന്താ വെച്ചാല്, ക്രിയേറ്റ് ചെയ്യുക ബെറ്റർ വേൾഡ് അക്കോർഡിംഗ് ടു റീസൺ, പ്രിൻസിപ്പിൾസ് ഓഫ് റീസൺ, ഒരു നല്ലൊരു രാജ്യം കെട്ടിപ്പടുത്താനാണ് അവര് ശ്രദ്ധിക്കുന്നത്.
ക്ലാസിക്കൽ ലിബറലിസം പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ലിബർട്ടീനെ പറ്റിയും ഫ്രീഡം ഓഫ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവരുടെ സന്തോഷം, അവരുടെ എയിം അതായിരിക്കണം എന്ന് പറയുന്നു. യൂട്ടിലിറ്റേറിയൻസ് എംഫസൈസ് ചെയ്തിട്ടുള്ളത് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയും അല്ലാണ്ട് റിലീജിയൻ ബിലീഫോ ട്രഡീഷൻസിലോ ഫിലോസഫിക്കൽ അബ്സ്ട്രക്ഷൻസിലോ അല്ല. കോസ്റ്റ്, അതുകൊണ്ടാണ് അവർക്ക് ഇഗ്നറൻസും സൂപ്പർസ്റ്റിഷനും ഉണ്ടായതെന്ന് യൂട്ടിലിറ്റേറിയൻ പറയുന്നു. പിന്നെ സൊസൈറ്റിയിൽ കൂടെ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? സൊസൈറ്റിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു വർക്ക് ചെയ്യുക, അച്ചീവിൻ എന്തിനു വേണ്ടിയിട്ട്? ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നമ്പേഴ്സ്. എത്ര ആൾക്കാരുണ്ടോ അവർക്കൊക്കെ നല്ല സന്തോഷം കിട്ടാനുള്ള ഒരു വർക്ക് ശ്രമിക്കാനാണ് ഈ സൊസൈറ്റി ആഗ്രഹിക്കേണ്ടത് എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇക്കണോമിക് തോട്ടിനെ പറ്റി അഡ്വക്കേറ്റ് ചെയ്യുമ്പോൾ ലിബർട്ടി, പ്രോപ്പർട്ടി ഉള്ളത്, ഫ്രീ ട്രേഡ് ചെയ്യാനും ഫ്രീ മാർക്കറ്റ് ചെയ്യാനും ഇങ്ങനെ, അതായത് അങ്ങനത്തെ ഒരു സിസ്റ്റം അഡ്വക്കേറ്റിനെ അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പറ്റി പറഞ്ഞു. അതിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ അവരുടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അതിനെപ്പറ്റി എടുത്തു പരാമർശിച്ചു. അപ്പൊ സൊസൈറ്റിയിൽ അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഒരു സൊസൈറ്റി കോപ്പറേഷൻ വേണം റാദർ ദാൻ കോമ്പറ്റീഷൻ. അങ്ങനെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സെയിന്റ് സൈമണും ഫോറിയറും ഓവനും പറഞ്ഞു ന്യൂ സോഷ്യൽ സിസ്റ്റത്തില് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഒരു നല്ല പ്ലാനിങ്ങിലോടുകൂടി ജനറൽ വെൽബീയിങ്, സൊസൈറ്റിക്കുള്ള ഒരു ജനറൽ വെൽബീയിങ് കൂടെ കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഈ അവസാന കാലഘട്ടത്തിൽ, അതായത് 18-ാം നൂറ്റാണ്ടിലെ പാതിയിലും 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ജനറൽ വെൽബീയിങ് ആണ്, സൊസൈറ്റിയുടെ ജനറലായിട്ട് വെൽബീയിങ്ങിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ആണ് ഈ ഇന്റലക്ച്വലിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയാസ് പ്രകാരം സോഷ്യൽ പൊളിറ്റിക്കൽ ഇക്കണോമിക് ഓർഡർ ഡെവലപ്പ് ആകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ 4-ാമത്തെ ചാപ്റ്ററിന്റെ അവസാനിപ്പിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് 5-ാമത്തെ യൂണിറ്റിൽ പറയുന്നത് യൂറോപ്യൻ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻസിനെ പറ്റിയായിരിക്കും. 1830 മുതൽ 1848 വരെ. ഇതിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ ഫോർമേഷനില് എങ്ങനെയായിരുന്നു ഈ കാലഘട്ടത്തിൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നാഷണലിസ്റ്റ് മൂവ്മെന്റ് യൂറോപ്പിന്റെ പല ഭാഗത്തും ഉണ്ടാകുകയും അതേമാതിരി സീക്രട്ട് സൊസൈറ്റികൾ ഉണ്ടാകുകയും 1820 മുതൽ 1830 വരെ പല വിധത്തിലുള്ള വിപ്ലവങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അതിനെപ്പറ്റിയായിരിക്കും ഈ ചാപ്റ്ററിൽ കൂടെ നമ്മൾ പരാമർശിച്ചു പോവുക. അപ്പോ ഗ്രേറ്റ് ആയിട്ടുള്ള യൂറോപ്പില് ഓസ്ട്രിയ, റഷ്യ, പ്രഷ്യ, ഇംഗ്ലണ്ട് ഇവരുടെ റീഡ്രോയിങ് നെപ്പോളിയന്റെ വീഴ്ചയ്ക്ക് ശേഷം ഒരു പുതിയതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുകയും ആ സിസ്റ്റത്തിനെ എല്ലാവരും കൂടെ അലയൻസിനെയാണ് നമ്മൾ പറയുന്നത് കോൺസേർട്ട് ഓഫ് യൂറോപ്പ് എന്ന് പറയും. ഇവര് ഈ പവേഴ്സ് എല്ലാം കൂടെ എഗ്രി ചെയ്യാണ്, പരസ്പരം ഒരു സമാധാനം യൂറോപ്പിൽ നടത്തിച്ചു കൊണ്ടുവരാൻ അവര് ഒരു സമാധാനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന്റെ കൂടെ തന്നെ പഴയ ഗവൺമെന്റ് അല്ലെങ്കിൽ പഴയ മൊണാർക്കി അല്ലെങ്കിൽ പഴയ വിധത്തിലുള്ള രാജവാഴ്ച യൂറോപ്പിൽ കൊണ്ടുവരാനും അവര് ശ്രമിക്കുന്നു. ആ നാഷണലിസം, ലിബറലിസം അതിൽ കൂടി 19-ാം നൂറ്റാണ്ടിൽ കൂടെ പരാമർശിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ കൂടെ ഇവിടെ എന്താ റിസൾട്ട് ആവുന്നെന്ന് വെച്ചാല് പല വിധത്തിലുള്ള വിപ്ലവകരമായ ചാലഞ്ചിങ് അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഉണ്ടാവുന്നു. ഒരു വിപ്ലവകരമായ ഒരു കാര്യങ്ങൾ നടക്കുകയാണ്. 1815 മുതൽ 1848 വരെ പല വിധത്തിലുള്ള വിപ്ലവങ്ങൾ യൂറോപ്പിൽ നടക്കുന്നു. ഇതിൽ പലതും ട്രീറ്റിയിൽ ഓവർടേൺ ചെയ്തത് കൺസർവേറ്റീവ് ആയിട്ടുള്ള സോളിഡാരിറ്റിനെ പറ്റിയാണ് അവര് പരാമർശിച്ചു പോകുന്നത്. ഇതിൽ കൂടെ ഇവരുടെ അലയൻസ് ഫോർമേഷനും അതിന്റെ കോൺസിക്വൻസസും പിന്നെ അതേമാതിരി സീക്രട്ട് സൊസൈറ്റീസ് ഉണ്ടാക്കുന്നു, അതേമാതിരി റെവല്യൂഷൻസ് ഉണ്ടാക്കുന്നു 1820 മുതൽ 30 വരെ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ കോൺഗ്രസ് സിസ്റ്റമും അതിന്റെ താഴ്ചയും. അപ്പോൾ 1815 കോൺഗ്രസ് ഓഫ് വിയന്ന എന്ന് പറഞ്ഞ ഒരു ഓൾഡ് യൂറോപ്യൻ ഓർഡർ ഇൻസ്പയർ ചെയ്യുന്നത്
ഓസ്ട്രിയൻ ചാൻസലറാണ് കൗണ്ട് മോഡ്രിച്ച്. ഇത് പെർമനന്റ് ആയിട്ടുള്ള ഒരു ബാരിയർ നാഷണൽ ആൻഡ് ലിബറൽ മൂവ്മെന്റ്സിന് പെർമനന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് കൊണ്ടുവരുന്നു. ഇതിനെ പോപ്പുലർ ആയിട്ട് വിളിച്ചിരുന്ന സിസ്റ്റത്തിന്റെ പേര് മെട്രിച്ച് സിസ്റ്റമാണ്. അപ്പൊ ഈ സിസ്റ്റത്തിൽ കൂടെ ഹോളി അലയൻസിന് ഇവര് തിരിച്ചു കൊണ്ടുവരുന്നു സാർ അലക്സാണ്ടർ ഫസ്റ്റിനെയും റൈവലിനെയും. അതിനുശേഷം ക്വാഡ്രപ്പിൾ അലയൻസ് കൊണ്ടുവരുന്നു. ഇതിൽ കൂടെ ബ്രിട്ടീഷ് ക്രിയേഷൻ, അതായത് കൗണ്ടറാക്ട് ചെയ്യാൻ, സാറിന്റെ കൗണ്ടറാക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് രണ്ട് സിസ്റ്റം അലയൻസിലും നമ്മൾ ഇവിടെ കാണുന്നത്, അതിന്റെ പേര് പറയുന്നത് കോൺഗ്രസ് സിസ്റ്റം എന്നാണ്. 1815 വളരെ സീരിയസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ കോൺഗ്രസും ആ കോൺഗ്രസുകൾ പവർ ഉണ്ടാക്കാനും യൂറോപ്യൻ ഇഷ്യൂസിലും പ്രോബ്ലംസിനെ പറ്റിയും പരാമർശിച്ചു പോന്നു. 1818 കോൺഗ്രസില് ആക്സിലിക് ചാപ്പിലിയില് ഒരു ഇൻഡിക്കേഷൻ തുടങ്ങാണ്. പവർഫുൾ ആയിട്ടുള്ള ഇന്റർവെൻഷൻ ഡൊമസ്റ്റിക് പോളിസികളിൽ കൺട്രി ലിബറൽ മൂവ്മെന്റ്സ് ഇന്റർഫിയർ ചെയ്യണമോ വേണ്ട എന്നുള്ളത്. ഇപ്പൊ ഈ കോൺഗ്രസിൽ ഫ്രഞ്ച് ടെറിട്ടറിനെ ഇവാക്വേറ്റ് ചെയ്ത് ഫ്രാൻസ് അതിൻ്റെതായ അവരുടെ റീഅഡ്മിഷൻ എടുക്കുന്നു. കോൺസെർട്ട് ഓഫ് യൂറോപ്പിൽ അവർ അവരുടെ സ്ഥാനം കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ എടുക്കുന്നു. ഇത് മാത്രമല്ല, ഇംഗ്ലീഷ് ഡിപ്ലോമസിയിൽ കൂടെയും സാർ ഓഫ് റഷ്യന്റെ സ്ഥാനങ്ങൾ ഉറപ്പിക്കുകയാണ്. ഇന്റർവെൻഷൻ ഓരോ പല വിധത്തിലും കോൺഗ്രസിൽ വരുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ഡിപ്ലോമസിയാണ് കൂടുതലായിട്ട് പ്രിവെന്റ് ചെയ്ത് വരുന്നത്. ഈ യൂറോപ്യൻ ഇന്റർവെൻഷൻ സ്പെയിനില് അതേമാതിരി ലിബറൽ മൂവ്മെന്റ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നു. കൂടാതെ 1820 ഇതേമാതിരി ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാവുന്നുണ്ട് നേപ്പിൾസില്. ആ പവേഴ്സ് കൺസീഡ് ടു മെട്രിച്ചിന്റെ ഡിമാൻഡാണ് ഇന്റർവെൻഷനെ പറ്റി. അപ്പോ ഈ റെക്കഗ്നേഷൻ നീഡിൽ കൂടെ റെസ്റ്റോർ ചെയ്യുന്നത് ലിബറൽ ഓപ്പോസിഷനാണ്. ഈ കോൺഗ്രസ് ഓഫ് ത്രോപ്പു 1820 ദ പ്രിൻസിപ്പൽ യൂറോപ്യൻ ഇന്റർവെൻഷൻ ഫോർമലി എൻഡോസ് ചെയ്യുന്നു. ശേഷം 1821 മെട്രിച്ച് അലോ ചെയ്യാണ് ഇന്റർവീൻ ചെയ്യാൻ നേപ്പാൾസിലും പിഡിമോണ്ട് അവരുടെ അബ്സല്യൂട്ട് റിസീം റെസ്റ്റോർ ചെയ്യാനും അതവരുടെ ഒരു വിജയമായിട്ടാണ്, മെട്രിച്ച് സിസ്റ്റത്തിന്റെ വിജയമായിട്ടാണ് അവർ കാണുന്നത്. അതിനുശേഷം കോൺസെർട്ട് ഓഫ് യൂറോപ്പ് ഒരു ഫോർമിഡബിൾ കോമ്പിനേഷനിൽ കൊണ്ടുവരാണ്. ഈ ഓൾഡ് ഓർഡറിൽ അപ്പാരന്റ് എല്ലാവർക്കും വരുന്നു. അപ്പൊ ഇവിടെ പോസ്റ്റ് നെപ്പോളിക് സെറ്റിൽമെന്റ് ഇതിൽ കൂടെ റെസ്റ്റോർ ചെയ്ത യൂറോപ്യൻ പവറും അവരുടെ കോമ്പിനേഷനും ഓൾഡ് ആൻഡ് ന്യൂ എന്നുള്ള അതിന്റെ കോമ്പിനേഷൻ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ നെപ്പോളിയനിക് എംപയറിൽ കൂടെ ക്രിയേറ്റ് ചെയ്ത ഫ്രാൻസും അതായത് യൂറോപ്പും എല്ലാം മാറ്റി. ഇനി ലാൻഡ് ആയിട്ടുള്ള, അതായത് അടുത്തതായിട്ട് വരുന്നത് ലാൻഡഡ് അരിസ്റ്റോക്രസിയും അതേമാതിരി തന്നെ ചർച്ചിന്റെ പവറും റീജനറേഷൻ ചെയ്തെടുക്കുകയാണ്. അതിൽ റെസ്റ്റോറേഷൻ പഴയ ഡൈനാസ്റ്റികളെ അല്ലെങ്കിൽ പഴയ പ്രതാപത്തിനെ തിരിച്ചു കൊണ്ടുവരുന്നു, റെസ്റ്റോറേഷൻ ചെയ്യുന്നു. പോപ്പുലർ മൊണാർക്കിനെയും പോപ്പുലർ സെന്റിമെന്റ്സിനെയും തിരിച്ചെടുത്താണ്. അപ്പൊ ഈ ഡൈനാസ്റ്റീസ്, പഴയ ഡൈനാസ്റ്റീസ് ഈ റോമില് പോപ്പുലർ പൊളിറ്റിക്കൽ സപ്പോർട്ടിൽ അവർക്ക് സംശയം വരുന്നു. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഈ പീസ് മേക്കേഴ്സിന്റെ ഫെയിലിയർ ആയിപ്പോയി. 1815 അവർക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു മൊണാർക്കീസിനെയും റെസ്റ്റോർ ചെയ്യാനും പറ്റില്ല, പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. കണ്ടാമിനേഷൻ, ലിബറലിസം, നാഷണലിസം, റേഷ്യൽ പൊളിറ്റിക്കൽ ഐഡിയോളജീസിന് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കണ്ടാമിനേഷൻ വരുന്നു. ഇത് കൂടാണ്ട് ദ പ്രഷർ, ബാക്കിയുള്ളവരെ പ്രഷറൈസ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ വരുന്നപ്പോഴത്തേക്കും ഈ റെസ്റ്റോറേഷൻ പീരീഡില് ഏർലി കാലഘട്ടത്തിൽ കാണുന്നത് മുഴുവനും സൗത്ത് വെസ്റ്റേൺ ആൻഡ് സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിലാണ് ഇങ്ങനെ കണ്ടുവരുന്നത്. അതിന്റെ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഫ്രഞ്ച് റവല്യൂഷൻ കാലഘട്ടത്തിൽ ഈ 1815 1848 റെസ്റ്റോറേഷൻ അൺഡു ചെയ്യാണ്. അതിനുശേഷം ഇവര് മൂന്ന് തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള 3 റവല്യൂഷണറി എക്സ്പീരിയൻസ് ആണ് ഈ ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്നത്. അവിടെ എന്താന്ന് വെച്ചാൽ ഡിസ്മാൻഡിൽ ചെയ്ത റെസ്റ്റോറേഷനെ ഈ സ്ട്രാൻഡ്സിൽ കൂടെ അവര്
ഒരു മോഡറേറ്റ് ആയ കോൺസ്റ്റിറ്റ്യൂഷണലിസം, ഒരാത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിനെ കൊണ്ടുവയ്ക്കാനുള്ള പാട്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണാർക്ക് പവറിൽ ഉണ്ടാകും മാത്രം, പക്ഷെ റാഡിക്കലായിട്ട് അവര് പ്രാക്ടിക്കലി അവരായിരിക്കില്ല പവർഫുൾ ആയിരിക്കുക. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുന്നത്. ഇവിടെ 1815 മുതൽ 1848 വരെ ഇങ്ങനെയുള്ള ഒരു റെഷീംസ് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ വരികയാണ്. അപ്പൊ 1080 ഇതിൽ കൂടെ അവരെ കൊണ്ടുവരികയും അതിനുശേഷം പെട്ടെന്ന് അതിനെ ഫ്രഞ്ച് ഗവൺമെന്റ് വരുന്നു, ഓർലിയൻസിന്റെ മൊണാർക്കി കൊണ്ടുവരുന്നു, ലൂയി ഫിലിപ്പിനെ കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ അൾട്രാ റോയലിസ്റ്റ് പതുക്കെ പവറിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. പിന്നെ ബെഞ്ചമിൻ കോൺസ്റ്റന്റ് ഫോർ ഇൻസ്റ്റന്റില് ഇവിടെ കൊണ്ടുവരികയും ഈ സ്മോൾ ഗ്രൂപ്പ് സൊസൈറ്റീസ് ഫ്രാൻസില് പുതിയ സൊസൈറ്റി കൊണ്ടുവന്ന് അതിൽ കൂടെ അവര് സെയിന്റ് സൈമൺ എന്നുള്ള ഒരു ഗ്രൂപ്പ് സൈസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്നു. ഇതിൽ കൂടെ അവര് റേഷ്യൽ ഈ റെസന്റ്മെന്റ് റെസ്റ്റോറേഷനിലുള്ള ഇറിറ്റേഷൻ ഉണ്ട്, ഇക്കണോമിക് ക്രൈസിസ് ഉണ്ട്. അപ്പോ ഇനി നമ്മൾക്ക് കാണാൻ പറ്റുന്നത്, അടുത്തതായിട്ട് നമ്മൾ കാണാൻ വന്നത് സീക്രട്ട് സൊസൈറ്റിയുടെ മൂവ്മെന്റിന്റെ ഫോർമേഷൻ ആണ്. സീക്രട്ട് സൊസൈറ്റികൾ പല സ്ഥലങ്ങളിലും സീക്രട്ട് സൊസൈറ്റികൾ ഫോം ആവുന്നു. ഈ റാഡിക്കൽ സീക്രട്ട് സൊസൈറ്റീസ് ആണ് ഫോം ചെയ്യുന്നത്. ഈ മെമ്പർഷിപ്സ് ഒക്കെ സീക്രട്ട് ആയിരിക്കും. സീക്രട്ട് സിമ്പിൾസ്, സീക്രട്ട് കോഡ്സ് എല്ലാം ഉണ്ടാക്കി അവരുടെ ഐഡിയ മുഴുവനും മാസോണിക് ലോഡ്ജസിൽ കൂടെയും എല്ലാവർക്കും റീഇൻഫോഴ്സ് ചെയ്യാനും അൾട്രാ റോയലിസത്തിനും വേണ്ടിയിട്ടുള്ള ഉദ്ദേശമാണ്. ഇതിൽ കൂടെ വേരിയസ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഫോം ചെയ്യുന്നു. വൈഡ് ആയിട്ടുള്ള ലിബറൽ മൂവ്മെന്റ് യൂറോപ്പിലും ഇതേമാതിരിയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മൂവ്മെന്റ്സ് കൊണ്ടുവരുന്നു. പോർച്ചുഗലിൽ വരുന്നുണ്ട്. പോംപല എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഡെസ്പോട്ടിക് ആയിട്ടുള്ള പോംപൽ വരുന്നു. ഏജന്റ് ഓഫ് കിങ് ജോൺ വരുന്നു. പെർമനന്റ് ആയിട്ടുള്ള റെസിഡൻസിന്റെ ബ്രസീലില്. ദ സീക്രട്ട് സൊസൈറ്റി മാസീവ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുകയും 1821 ലിബറൽസില് സ്പാനിഷ് എക്സാമ്പിൾ പറയുന്നു. ഇതിൽ മിലിറ്ററി ഗാരിസൺ ആണ്. ലിബറൽ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫോഴ്സ് കൊണ്ടുവന്ന് അവിടെ സെൻട്രൽ ഹാഫിലെ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. 1820 21 ജൂനിയർ ഓഫീസേഴ്സിൽ ആർമിയിലുള്ളവരെല്ലാം കൂടെ ഒരു കോൺസ്പിറസി ഗൂഢാലോചന ഉണ്ടാക്കുകയും ഒരു പ്ലാൻഡ് ആയിട്ട് റെബല്യൻ ഉണ്ടാക്കി എടുക്കുന്നു. ഇതിൽ കൂടുതലായിട്ട് എലിമെന്റ്സ് ആയിട്ട് വരുന്നത് ഫ്രഞ്ച് സോഷ്യലിസ്റ്റും എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ സൈമൺസുമാണ്. ഇത് കൂടാണ്ട് നെപ്പോളിക് ഓക്യുപ്പേഷനിൽ കൂടെ നാഷണലിസ്റ്റ് മൊബിലൈസേഷൻ വരുന്നു. ഇറ്റാലിയിലെ കർബിയോണി അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് സിസിലിയില് നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ഹോൾ ഓഫ് സിസിലിയില് എഗെയിൻസ്റ്റ് ഫ്രഞ്ച് ഋഷിമുറത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അതേമാതിരി നോർത്തേൺ ഇറ്റലിയില് വേറൊരു ഗ്രൂപ്പ്, സീക്രട്ട് ഗ്രൂപ്പ്, അതിന്റെ പേര് അഡൽഫിയ എന്നാണ്. 1796 ബ്രുണോയിട്ട് ഒരു അസോസിയേഷൻ ഫോം ചെയ്ത് റാഡിക്കൽ ജക്കോബിയൻ ജേക്കബ്സിന്റെ ലീഡർഷിപ്പിലാണ് ഈ സീക്രട്ട് സൊസൈറ്റീസ് ഫോം ചെയ്യുകയും അവരുടെ അച്ചീവ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ് മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. നാഷണലിസം വളരെ കൊണ്ടുവന്ന് എത്രത്തോളം ഇൻസ്പയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇൻസ്പയർ ചെയ്യാം. ഇനി ഇതിൽ സ്പെയിനിൽ പോർച്ചുഗലിലും 2 സിസിലീസിലും കൂടെ 1820 പിഡിമോട്ട് ഗ്രീസിൽ 1821 കൊണ്ടുവരുന്നു. ഈ വീക്ക്നെസ്, ഇവരുടെ വീക്ക്നെസ്സിനെയാണ് റെബല്യസ് ആയിട്ട് പുറത്തു വരുന്നതും. ആ കോൺസ്പിറസീസ് ഫെയിൽ ആകുമ്പോൾ അവിടെ പോപ്പുലർ മൂവ്മെന്റ് ഡെസ്പൈറ്റ് ആയിട്ട് വരുന്നു. 1823 ബാക്ക്ഡ്രോപ്പ് മാൻഡ്രിഡിലും ഇതേമാതിരി ഓസ്ട്രിയൻ ഫോഴ്സസ് വരുന്നുണ്ട്. പവേഴ്സ് പ്രോമിസ് ചെയ്യുന്നുണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, സെറ്റിൽമെന്റ് കൊണ്ടുവരാനായിട്ട് 1814. ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ഈ നേപ്പിൾസില് റിവോൾട്ട് വരികയും 1820 ജൂലൈയില് മിലിറ്ററിയും സിവിൽ കർബോണി യൂണിറ്റ്സും കൂടെ ഒരുമിച്ച് വരികയാണ്. ഈ മാർച്ചില് 1821 ഈ ഓസ്ട്രിയൻ ആർമീനെ അവർ സപ്രസ് ചെയ്തിട്ട് പിഡിമോൾട്ട് റിസോൾട്ടിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവരുന്നു. ഇതിന് കൂടാണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും മോഡറേറ്റ് ആയിട്ടുള്ള പെർസ്യൂഡ് കിങ്ങിനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടോടുകൂടി
കാർലോസ് ആൽബർട്ടോ അടുത്ത ഹെയർ അപ്പാരന്റ് ആയിട്ട് വരികയും അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിന് കൂടെ ഇന്റൻസിറ്റിയിൽ ഈ റിപ്രഷൻ കോഴ്സിൽ കൂടെ ലാർജ് ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സീക്രട്ട് സൊസൈറ്റി ആക്ടിവിറ്റീസിൽ കൂടെ 1830 ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഓട്ടോണമി അവര് കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് റെവല്യൂഷണറി മൂവ്മെന്റ്സിനെ പറ്റിയാണ്. അപ്പോൾ റെവല്യൂഷണറി മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ വിപ്ലവകരമായ മൂവ്മെന്റ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അതായത് നമ്മള് റഷ്യയില് റാഡിക്കൽസ് അബോണ്ടൻ ചെയ്യും, സാർഡം അബോളിഷ് ചെയ്യും, റിപ്പബ്ലിക്കൻ ട്രാൻസ്ഫോർമേഷൻ റഷ്യയിൽ കൊണ്ടുവരാനുള്ള സീക്രട്ട് സൊസൈറ്റിയുടെ എഫേർട്ടാണ് അവിടെ എടുക്കുന്നത്. സൊസൈറ്റിയിൽ നോർത്തിലൊന്ന് അത് സെന്റ് പീറ്റേഴ്സ്ബർഗില്, സൗത്തിലൊന്ന് കൗണ്ടർ പാർട്ട് ആയിട്ടുള്ളത് സൗത്തിൽ വരുന്നു, അത് യുക്രൈൻ ഭാഗത്താണ് വരുന്നത്. ഇവിടെ മുഴുവൻ ആർമി ഓഫീസേഴ്സ് ആണ് കൂടുതലായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ളതും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു റിപ്പബ്ലിക്കൻ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു. ഇതിനുശേഷം ഒരു കൂപ്പുണ്ട്. കൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് മിലിറ്ററി കൂപ്പാണ് നടക്കുന്നത് 1825. അതായത് മരണശേഷം റഷ്യയിലെ സാറിന്റെ മരണശേഷമാണ് അത് നടന്നു വരുന്നത്. അപ്പോൾ റഷ്യൻ ആർട്ടിലറി അവർ ഡിസ്പോസ് ചെയ്യുന്ന സിമിലർ ആക്ഷനിൽ കൂടെ യുക്രൈനെ അടിച്ചമർത്തി അവിടെ നിന്ന് അപ്രൈസിങ് വന്ന കേണൽ പിസ്റ്റളിനെ തൂക്കിക്കൊല്ലുകയും ബാക്കിയുള്ളവര് സൈബീരിയയിലേക്ക് എക്സൈൽ ഓടിപ്പോവുകയും ചെയ്യുന്നു. പിന്നെ ഗ്രീക്കിന്റെ റിവോൾട്ട് ഉണ്ട്. ഈ ഗ്രീക്കിന്റെ റിവോൾട്ടിൽ കൂടെ മൊണാർക്കിക്കൽ അലയൻസിൽ കൂടെ നമ്മൾ എടുക്കുമ്പോൾ കാണുന്നത് റിച്ച് ആയിട്ടുള്ള ഗ്രീക്സ് പലരും ഫോറിൻ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നവര് അവര് ഒരു സൊസൈറ്റി സീക്രട്ട് സൊസൈറ്റി ഉണ്ടാക്കി. അതിന്റെ പേരാണ് ഹെട്രേയ. ഇവരാണ് ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്തത്. 1821 ഇറ്റാലിയൻ സ്റ്റേറ്റ്സ് റിവോൾട്ടിൽ അല്ലെങ്കിൽ റബലിയൻ ഉണ്ടാകും, അല്ലെങ്കിൽ വിപ്ലവം ഉണ്ടാകും. ഈ വിപ്ലവത്തിൽ കൂടെ നോൺ ഗ്രീക്ക് പോപ്പുലേഷൻ, അതായത് ഡാനൂബിയൻ ബേസിനിൽ താമസിക്കുന്നവര് ഈ മൂവ്മെന്റിനെ സ്ട്രെങ്തൻ ചെയ്യുകയും മെയിൻലാൻഡിലേക്ക് വരികയും ചെയ്യുന്നു. 1882 ഗ്രീക്ക് അസംബ്ലി എപ്പിഡോറസ് പ്രൊക്ലെയിം ചെയ്യാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ഗ്രീസിനെ പറ്റി. അതിനുശേഷം ഇവര് ഗ്രീക്കിന്റെ സ്ട്രഗിൾ ബിക്കെയിം വളരെ ഫിയേഴ്സ് ആയിട്ടുള്ള ടർക്കിഷ് സുൽത്താൻ മുഹമ്മദ് അപ്പീൽ ചെയ്യുന്നു. മിലഹാത്ത് അലി ഈജിപ്തിനോട് അപ്പീൽ ചെയ്യാണ് ഒരു ഓപ്പർച്യൂണിറ്റി അണ്ടർടേക്ക് ഒരു ഇൻവേഷൻ ഗ്രീസിനെ ഗ്രീസിലേക്ക് ഉള്ള ഒരു അണ്ടർടേക്ക് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ലേറ്റർ ഓൺ ഗ്രീക്സിന് ഇഷ്ടംമാരില്ല ഗ്രീക്സിനെ അവര് കൊല ചെയ്യുന്നു കോൺസ്റ്റാന്റിനോപ്പിളില്. ആ കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ച് ടർക്കിഷ് സുൽത്താൻ റിപ്രിഹെൻഡ് ചെയ്ത് ഈ ഡിസ്ട്രക്ട് ചെയ്യുന്നു ചർച്ചസ്, പ്ലേസസ് ഓഫ് വർഷിപ്പ്, അതായത് ക്രിസ്ത്യൻ പ്ലേസസ് ഓഫ് വർഷിപ്പിനെയൊക്കെ ഡിസ്ട്രക്ട് ചെയ്യും. മെറ്റനിച്ച് അതേമാതിരി തന്നെ ഗ്രീക്ക് കോസിനെയും ഗ്രേറ്റർ ആയിട്ടുള്ള എംഫസൈസ് കൊടുത്ത് യൂണിറ്റി ഓഫ് മൊണാർക്കിക്കൽ ഓർഡറിൽ കൊണ്ടുവരാനാണ് അവര് ശ്രമിക്കുന്നത്. അപ്പൊ ഈ ശ്രമത്തിൽ കൂടെ 1826 സിറ്റുവേഷനില് പതുക്കെ ചേഞ്ച് ആകാൻ തുടങ്ങി. ആ ചേഞ്ചിനെ നമ്മൾ ഈ ഗ്രോത്ത് ഒരു ഫിലിനിക് മൂവ്മെന്റ് എന്നാണ് പറയുക. അതിനെ റിവൈവ് ചെയ്ത് ക്ലാസിക്കൽ ആന്റിക്വിറ്റിയിൽ കൊണ്ടുവരികയും അവിടെ മുഴുവനും സിമ്പതിയിൽ, അതായത് യൂറോപ്പിൽ മുഴുവനും ഒരു സിമ്പതറ്റിക് ആയിട്ടുള്ള വേവ്സ് കൊണ്ടുവരുന്ന യൂറോപ്യൻ ആയിട്ടുള്ള അരിസ്റ്റോക്രാറ്റ്സ്, അതായത് പ്രഭുക്കന്മാര് ഇൻവോൾവ് ചെയ്ത് ഈ ഫിലാൻഡിക് കമ്മ്യൂണിറ്റീസിനെ ഹെൽപ്പ് ചെയ്യാൻ വരികയും അതിന്റെ കൂടെ വയലന്റ് ആയിട്ടുള്ള റിപ്രഷൻ ഉള്ള ടർക്ക് മൊണാർക്കിനെ ഇറിറ്റേറ്റ് ചെയ്ത് അവരുടെ യൂറോപ്യൻ ഫീലിങ്സിൽ. അപ്പോ ഇതിന്റെ കാരണം 1826 ഇംഗ്ലണ്ടും റഷ്യയും തമ്മിലുള്ള വാറുണ്ട്. ആ വാറിൽ കൂടെ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നത് ബാൽക്കൻസ് എന്നുള്ള ഏരിയയിൽ നിന്ന് വളരെ എഗ്രിമെന്റ് എടുത്ത് ഗ്രീസിൽ കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പൊ ഗ്രീസ് അവിടെ അലോ ചെയ്യുന്നു, ഒരു ലിമിറ്റ് വരെ അവര് അലോ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രഞ്ച് ഗവൺമെന്റും അവരെ സപ്പോർട്ട് ചെയ്ത ടർക്സും ഒരു പോളിസികൾ എടുത്തിട്ട് ജൂലൈയില് ആംഗ്ലോ റഷ്യൻ എഗ്രിമെന്റ് കൊണ്ടുവരുന്നു. ഈ ആംഗ്ലോ ഫ്രാങ്കോ റഷ്യൻ ട്രീറ്റി ഗ്രീസിൽ കൊണ്ടുവന്നിട്ട് 3 പവേഴ്സ് ആണ് അവിടെ പ്ലഡ്ജ് ചെയ്യുക.
അതായത് ടു എസ്റ്റാബ്ലിഷ് എന്തിനാച്ചാൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കമേഴ്സ്യൽ ആയിട്ടുള്ള റിലേഷൻ, ബിസിനസ് തരമുള്ള റിലേഷൻ. പിന്നെ മിലിറ്ററി ഇന്റർവെൻഷൻ, അതായത് ഫേവർ ചെയ്യുന്ന ഗ്രീക്കിന്റെ അല്ലർ, ടർക്കിഷിന്റെ റിപ്രഷൻ. ഇങ്ങനെ ഈ 3 പവേഴ്സ് അവരുടെ ആർമീനെ, അവരുടെ ഫ്ലീറ്റിനെ അവര് മെഡിറ്ററേനിയൻ സീയിലേക്ക് അയക്കുന്നു. നേവിയുടെ ആൾക്കാർ വരുന്നു. ടർക്കോ ഈജിപ്ഷ്യൻ ഫ്ലീറ്റ് അവിടെ നവേറിയ ബേയിൽ വന്ന് 1827 ഒക്ടോബറിൽ വന്ന് തമ്പടിക്കുന്നു. അതിനുശേഷം ഡിക്ലെയർ ചെയ്യുന്നു ഹോളി വാർ അഗെയിൻസ്റ്റ് നവീറനോനോ. സുൽത്താൻ വന്നിട്ട് ക്രിസ്ത്യൻ സ്റ്റേറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഹോളി വാർ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ എന്താകും, റഷ്യ ഡിക്ലെയർ ചെയ്യും. റഷ്യ റിട്ടാലിയേറ്റ് ചെയ്യുന്ന വിധത്തിൽ അവർ ടർക്കിക്ക് മേത്ത് അവര് റിട്ടാലിയേറ്റ് ചെയ്യും. ഇതിന് ഇംഗ്ലണ്ടും ഫ്രഞ്ചും കൂടെ ഒരു മീഡിയേഷനുള്ള ഒരു ശ്രമം നടത്തും. ഈ മീഡിയേഷനിൽ കൂടെ അവരുടെ റഷ്യൻ ഇന്റർവെൻഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോ ഈ ഡിഫിക്കൽട്ട് വാറിൽ റഷ്യ സക്സീഡ് ചെയ്തു വരുന്ന ട്രീറ്റി ഓഫ് ആഡ്രിൻപോൾ ടർക്കിയിൽ വെച്ചിട്ടാണ് ഈ ട്രീറ്റി സൈൻ ചെയ്യുന്നതും. ആ സൈൻ ചെയ്ത ശേഷം ഓട്ടോണമി, അതായത് സൈബീരിയയുടെ ഓട്ടോണമി, ഡനൂബിയൻ പ്രിൻസിപ്പാലിറ്റീസും ഗ്രീസുമായിട്ടും അവർ എഗ്രി ചെയ്യുന്നു. 1830 ഈ ലണ്ടനിൽ വെച്ചിട്ടാണ് ഈ ട്രീറ്റി സൈൻ ചെയ്ത് അവരുടെ ഗ്രീസിന്റെ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം ഫുള്ളായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ ഇമ്മീഡിയറ്റ് കൊളാപ്സ് ആണ്. അതായത് ഇതിലെ കാലഘട്ടത്തിൽ മെട്രിക് സിസ്റ്റം, അതായത് ഓസ്ട്രിയയിൽ മാനേജ് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത് ഇറ്റലിയും ബാൽക്കൻസ് ആണെങ്കിലും അതിൽ കൂടെ ഇവരുടെ ഒപ്പോസിഷൻ ലെജിറ്റിമേറ്റ് ആകുമ്പോൾ അണേബിൾ ആവുന്നു, അവര് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് യൂറോപ്യൻ കോമ്പിനേഷൻ ടർക്കിഷ് മൊണാർക്കിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് അവർക്ക് തടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പോ ഈ സിസ്റ്റം കൊളാപ്സ് ആകുമ്പോഴത്തേക്കും പതുക്കെ പുതിയതായിട്ടുള്ള വിപ്ലവങ്ങൾ ഉണ്ടാകുന്നു. ഈ വിപ്ലവങ്ങൾ സ്പ്രെഡ് ചെയ്ത് ഫ്രാൻസിലും യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളും പ്രൊഡ്യൂസ് ചെയ്ത് എന്താ അതിന്റെ അവസാനം എന്ന് വെച്ചാൽ വളരെ വിധത്തിലുള്ള എക്കണോമിക് ആൻഡ് സോഷ്യൽ അൺറസ്റ്റ് വരുന്നു. ഈ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് പൊളിറ്റിക്കൽ ആക്ഷനിലും അവരുടെ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ റെബലസ് ആയി. മൊണാർക്കിന്റെ അടുത്തും കണ്ടേജിയസ് ആയിട്ടുള്ള പാർലമെന്ററി റെപ്രസെന്റേഷനിലും ഒക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥിരത, അൺറസ്റ്റ് എന്ന് വെച്ചാൽ സ്ഥിരതയില്ലായ്മ അങ്ങനെ വരുന്നപ്പോഴത്തേക്കും ഫ്രഞ്ച് ഗവൺമെന്റ്, ലിബറൽസ് ആയിട്ടുള്ള ഫ്രഞ്ച് ലിബറൽസ് കംപ്ലൈനിങ് തുടങ്ങി. അപ്പൊ ഇങ്ങനെ മൊണാർക്കിന്റെ സിസ്റ്റത്തിനെയും ഇലക്ട്രൽ പവറിനെ പറ്റിയും ഒക്കെ അവര് കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഈ മാനിപ്പുലേഷൻ, അതായത് ഇലക്ട്രൽ റോൾസിലുള്ള മാനിപ്പുലേഷൻസിനെ പറ്റിയും, അങ്ങനെയാണ് ഈ റോയലിസ്റ്റ് വിക്ടറി കിട്ടിയതെന്ന് മനസ്സിലാക്കുന്നു. ഈ ഓപ്പോസിഷന് ഡിസിപ്ഷൻ ഗാൽവനൈസ് ചെയ്യുന്നത് 1827 അതിന്റെ ലീഡറായിട്ട് വരുന്നതാണ് ഫ്രാങ്കോസ് ഗുസിയോട്ട്. അപ്പൊ ഈ എലോബറേറ്റ് ആയിട്ട് ഒരു ക്യാമ്പയിൻ നടത്തി ആ ഇലക്ട്രൽ റൂൾസിനെ പറ്റിയും ഇതിന്റെ പർപ്പസ് എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയും ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുന്നു പാരീസിൽ. ആ ശേഷം ഈ കമ്മിറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഫ്രാൻസ് മുഴുവനും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ജനറൽ ഇലക്ഷൻ നടത്താനും 1827 ലിബറലായിട്ടുള്ള റോയലിസ്റ്റ് വരുന്നു. ഇത് പുതിയതായിട്ടുള്ള ഗവൺമെന്റ് മറ്റിഗ്നസ് ഇൻക്ലൈൻ ചെയ്യുന്നത് ലിബറലിസ്റ്റിനെയാണ്. 1829 ലിബറൽസ് ആണ് മെജോറിറ്റി, പാർലമെന്റില് മെജോറിറ്റി അവരാണ്. ഇതിനുശേഷം ഗവൺമെന്റും ഒഫീഷ്യൽസും തമ്മിൽ ഡിഫറൻറ്റ് വ്യൂസ് ഉണ്ട്. ഈ റീഫോം ലോക്കൽ കൗൺസിലിൽ വരുന്നില്ല. അപ്പോൾ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു. ടാക്സേഷനെ പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയും അതിന്റെ പ്രൈം മിനിസ്റ്റർഷിപ്പ് അൾട്രാ റോയലിസ്റ്റ് ആയിട്ടുള്ള പോളിനെഗിന് വരികയും, അപ്പൊ ഇവര് മാഗ്നിഗാട്ട് എന്നുള്ള ഒരു ആളുടെ സക്സീഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ പോളിനെഗിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. അതിനുശേഷം അവരെന്താ ചെയ്യുന്നത്, ഡിലേ ചെയ്യുന്നു. കൺവീനിങ് പാർലമെന്റ് ഒന്ന് നടത്തിച്ചു കൊണ്ടുപോകാൻ ഡിലേ ചെയ്തു വരുന്നു. അപ്പോൾ 1830 മാർച്ചിൽ ഈ ഡിലേഡ് സെഷൻസ് ഓപ്പൺ ചെയ്യുന്നു.
ഡിലേഡ് സെഷൻസ് ഓപ്പൺ ചെയ്ത ശേഷം പാർലമെന്റ് ക്വിക്കായിട്ട് ഡിസോൾവ് ചെയ്യുന്നു. ഒരു ചേംബർ ഉണ്ട്, ഡെപ്യൂട്ടീസിന്റെ ചേംബറിനെ, അതിനെ ഡിസോൾവ് ചെയ്തിട്ട് അവിടെ മോഷൻ കൊണ്ടുവരാണ്, നോൺ കോൺഫിഡൻസ് മോഷൻ. അതായത് പൊളിനെക്കിന്റെ ഗവൺമെന്റിൽ വിശ്വാസക്കുറവ്, നോൺ കോൺഫിഡൻസ് വെച്ചാൽ വിശ്വാസക്കുറവ് എന്നുള്ള ഒരു നോഷൻ കൊണ്ടുവരുന്നു. അപ്പോൾ എലക്ഷൻ നടത്തി 1830 ആ ലിബറൽ റെപ്രസെന്റേഷൻ രണ്ടാമതുള്ള ഇലക്ഷനിൽ കൂടെ 220 നിന്ന് 274 മാറുന്നു. അപ്പൊ ഇതിന്റെ റിട്ടാലിയേഷൻ, തിരിച്ചടി എന്നുള്ള ലെവലില് ജൂലൈയില് ഓർഡിനൻസ് പാസ്സാക്കുകയാണ് ഫ്രഞ്ച് ഗവൺമെന്റ്. ആ ഫ്രഞ്ച് ഗവൺമെന്റ് ഓർഡിനൻസ് പാസ്സാക്കി ലിബറൽ ന്യൂസ് പേപ്പേഴ്സിനെ ഡിസോൾവ് ചെയ്തു, ബാൻ ചെയ്തു, പാർലമെന്റിനെ ഡിസോൾവ് ചെയ്തു, റെഡ്യൂസ് ചെയ്തു, ഇലക്ടറേറ്റ് എന്നുള്ളതിന്റെ പവർ റെഡ്യൂസ് ചെയ്തു. ആ പുതിയ ഇലക്ഷനില് പണക്കാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു റെസൊല്യൂഷൻ അവര് കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കാണുന്നത് 1830 ഈ വിധത്തിലുള്ള ബാരിക്കേഡ്സും എല്ലാ വിധത്തിലാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ പ്രൊട്ടസ്റ്റ് ആണ് കൂടുതൽ വരിക. അപ്പൊ പ്രൊട്ടസ്റ്റ് വന്നതിന് ശേഷം കണ്ടിന്യൂ ചെയ്ത് 3 ദിവസം സോൾജേഴ്സ് ഡിപ്ലോയ് ചെയ്തിട്ട് റബൽസിനെ കൂടുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ജൂലൈ റവല്യൂഷനാണ്. അതിൽ ജൂലൈ റവല്യൂഷനിൽ കൂടെ ഇവര് പാർട്ടിസൺ മോബ് ഉണ്ടാക്കുകയും ഈ പുതിയതായിട്ടുള്ള പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ശ്രമം 30-ാം തീയതി ജൂലൈയിലെ രാജാവിന്റെ കസിനായ ഡ്യൂക്ക് ഓഫ് ഓർലിയൻസിനോട് രാജ്യത്തിന്റെ തലവനായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം ഫ്രഞ്ച് പീപ്പിൾ എല്ലാവരും കൂടെ ഡ്യൂക്കിനെ, അതായത് ഡ്യൂക്ക് ഓഫ് ഓർലിയൻസിനെ രാജാവാക്കി ധരിക്കാൻ ശ്രമിക്കുകയും 1830 ഈ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിൽ വരുമ്പോൾ ഗവൺമെന്റിന്റെ കൺട്രോളിലായിരിക്കും മൊണാർക്ക് ഭരിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്ത് നമ്മൾ കാണുന്നത് നാഷണലിസ്റ്റ് മൂവ്മെന്റിനെ പറ്റിയാണ്. ഈ ഫ്രാൻസിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരുപാട് നാഷണലിസ്റ്റ് മൂവ്മെന്റ് വരുന്നു. 1848 പല വിധത്തിലുള്ള റവല്യൂഷൻസിനും സപ്പോർട്ട് ചെയ്യുന്നു. അതിൽ കൂടെ ഈ റാഡിക്കലായ അലക്സാണ്ടർ റൂഡസ് പുതിയതായിട്ട് സ്റ്റെപ്പിംഗ് അപ്പ് ചെയ്യുന്നു. യൂണിവേഴ്സൽ മാൻഹുഡ് സഫറേജ് വേണം, അല്ലെങ്കിൽ എല്ലാവർക്കും വോട്ട് വേണം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ഈ മൂവ്മെന്റിൽ കൂടെ. ഈ മൂവ്മെന്റ്സിൽ കൂടെ തിങ്കേഴ്സ് ആയിട്ടുള്ള പലരും വിഷ്വലൈസ് ചെയ്യുന്നു. പല ജർമ്മൻസും ഇറ്റാലിയൻസ് റിഗ്രറ്റ് ചെയ്യുന്നു അവരുടെ സ്ഥലങ്ങൾ ചെറിയ ചെറിയ യൂണിറ്റ് ആയി പോയതിനും ഡിവൈഡ് ചെയ്ത മോഡറേറ്റ് ആയിട്ടും റാഡിക്കൽ ഫാക്ഷൻസ് വന്നതിനെ പറ്റിയും അവർക്ക് പരാമർശങ്ങൾ പറയുന്നു. പിന്നെ സൊലോവിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു പ്രഷ്യയില് 1834. ഇവിടെ ഇക്കണോമിക് ആൻഡ് കൊമേഴ്സ്യൽ ബാരിയർ ആണ് വരുന്നത് ജർമ്മനിയില്. ആ പ്രസ്യോ സെന്റർ പ്രക്കേഷൻ അവിടെ കൊണ്ടുവന്ന ശേഷം ഇവിടെ എന്റർടൈൻ ചെയ്യുന്നത് ഓസ്ട്രിയൻ ആണ്. ഈ റാഡിക്കൽസ്, അതായത് ജർമ്മനിയിലുള്ള ഇറ്റലിയിലുള്ള റാഡിക്കൽസ് ഒരു എന്താണ് നാഷണൽ യൂണിറ്റി കൊണ്ടുവരാനുള്ള ശ്രമമാണ് എടുക്കുന്നത്. ആ നാഷണലിസം, റാഡിക്കൽ നാഷണലിസം ഇറ്റലിയില് എക്സ്പേർട്ട് ആയത് ഗുസിപ്പി മസോണി എന്ന് പറയും. ആ ഗുസിപ്പി മസോണി വന്ന ശേഷം ഇറ്റലിയുടെ ഫ്രീഡത്തിനെയും ഓസ്ട്രിയൻ ഡോമിനേഷനെ പറ്റിയും ഡിസ്ട്രക്ഷൻ, അതായത് അരിസ്റ്റോക്രാറ്റിക് പ്രിവിലേജും ഒക്കെ മാറ്റാനുള്ള ശ്രമമാണ് അവിടെ കണ്ടത്. ഈ പിന്നെ അവിടെ ഒരു യങ് ഇറ്റലി ഫോർമേഷൻ വരുന്നു. യങ് ഇറ്റലി ഫോർമേഷൻ വരുന്നത് 1832 റാപ്പിഡ് ആയിട്ടുള്ള അപ്രൈസിംഗിൽ കൂടെ ഇവിടെ 1834 മെസാനി എക്സൈലിൽ പോവാണ് ലണ്ടനിലേക്ക്. അതിനുശേഷം ഈ ഇവന്റ്സ് എല്ലാം ഇത്രയും 1848 വളരെ നാഷണലിസ്റ്റ് ക്ലബ് മൂവ്മെന്റ്സിൽ യൂറോപ്പ് മുഴുവനും ഇതെങ്ങനെ പടർന്നു പിടിക്കുകയാണ്. ഈ നാഷണാലിറ്റിയും ലിറ്റററി സൊസൈറ്റീസും എല്ലാം വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ളവർ സ്റ്റാർട്ട് ചെയ്ത് ഒരുമിച്ച് കൂടി ട്രഡീഷണലിസ്റ്റ് കൊണ്ടുവരുന്നു. അതേമാതിരി പോളണ്ട്, ഹംഗേറി റെപ്രസെന്റേറ്റീവ്സിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ പോളണ്ടും ഹംഗേറിയും നേഷൻ ഡെവോട്ട് ചെയ്ത് അവരൊരു പ്രൊഡക്ഷൻ ഡെമോക്രാറ്റൈസേഷനെയും അബോളിഷൻ, ഫ്യൂഡലിസത്തിനെ നിർത്തലാക്കണം, സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരണം എന്നുള്ള ലെവലിൽ കൂടിയാണ് അങ്ങനെ പോകുന്നത്. പിന്നെ 1848 റവല്യൂഷൻസ് വരുന്നുണ്ട്. ഏജ് ഓഫ് മാസ് എന്നാണ് അതിന് പറയുക. ആ റവല്യൂഷൻസിൽ കൂടെ വളരെ സ്പീക്കിംഗ് ജനറലായിട്ട് പറയുമ്പോഴത്തേക്കും ഈ സാധാരണക്കായ കർഷകർക്ക് മുഴുവനും അവരുടേതായ മിഡിൽ മാൻ ഇല്ലാണ്ടുള്ള ബിസിനസ് ചെയ്യാനുള്ള താല്പര്യങ്ങളാണ് വരുന്നത്. ഈ രണ്ട് റവല്യൂഷൻസ് പ്രത്യേകിച്ച്
കൃഷിക്കാർക്കും ആർട്ടിസനും വേണ്ടിയിട്ടുള്ളതാണ് 1848 നടക്കുന്ന റവല്യൂഷൻസ്. ഈ എക്കണോമിക് പ്രൈസസ് എല്ലാം ഫാൾ ചെയ്യാനും അതേമാതിരി തന്നെ ഇതിന്റെ ഗുസിപ്പി മെസാനി ഇറ്റാലിയൻ എഡ്യൂക്കേഷനിസ്റ്റ് ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരുന്നു. ആ സിസ്റ്റത്തിൽ കൂടെ എഡ്യൂക്കേഷനിൽ കൂടെ ആർട്ടിസൻസിനും അല്ലെ ഗ്രാമീണർക്കും പഠിപ്പിച്ചു കൊടുക്കാനും സ്വിസിന്റെ സിവിൽ വാർ അടുത്തതായിട്ട് വരുന്നു. ഇതിൽ കൂടെ ഇവര് ഇനീഷ്യേറ്റ് ചെയ്തെടുക്കുന്നത് മുഴുവനും ഈ റെവല്യൂഷണറി മൂവ്മെന്റ്സ് സിസിലിയിലും അതേമാതിരി ഗ്രൂപ്പിലും കൊണ്ടുവന്ന് നേപ്പാൾസിലെ ക്യാപിറ്റൽ സിറ്റിയിൽ കൊണ്ടുവരുന്നു. 2 സിസിലിയും സ്ട്രീറ്റ് ഫൈറ്റിംഗ് വിറ്റ്നസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നത് മുഴുവനും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കും. ആ കാലഘട്ടത്തിൽ വന്ന് നിർത്തുന്നു. നമസ്കാരം.